ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്. ഞാൻ നിങ്ങളുടെ കെമിസ്ട്രി ഫാക്കൽറ്റി ആര്യ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഓക്കെ, 60-ൽ 12 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. സോ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ചാപ്റ്റർ പേര് ഒന്നുകൂടി പറയാണ്, സ്ട്രക്ചർ ഓഫ് ആറ്റം. എന്താണ് നമ്മളിപ്പോ ഇവിടെ പഠിക്കാൻ പോകുന്നത്? ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ഒരു ആറ്റം ഇരിക്കുന്നത്? അപ്പൊ നമുക്കറിയാം, ഒരുപാട് സയന്റിസ്റ്റുകൾ ഒരുപാട് മോഡൽ ഓഫ് ആറ്റം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അല്ലെ? കുറച്ചൊക്കെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ആറ്റത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റർ, ഒരു പദാർത്ഥം ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം ഉപയോഗിച്ചിട്ടാണ്. ആറ്റം ആണോ ഏറ്റവും ചെറിയ ആള്? അല്ല. ആറ്റത്തിന്റെ അകത്ത് പിന്നെയും കുറെ മൈന്യൂട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് പിന്നീട് കുറെ ഡിസ്കവറിയിലൂടെ കണ്ടെത്തി. അപ്പൊ അങ്ങനെയുള്ള ഡിസ്കവറീസും ആറ്റത്തിന്റെ മോഡലും ഒക്കെ നമ്മളിപ്പോ കാണും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചർ പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കവറി ഓഫ് കാഥോഡ് റേസ്, ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? അപ്പൊ ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചത് ഒരു എക്സ്പെരിമെന്റിലൂടെയാണ്. ആ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതാണ് ഒരു ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത്. ഈ കാഥോഡ് റേ ട്യൂബ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ട്യൂബ്, ഈ ഒരു ട്യൂബിലാണ് എക്സ്പെരിമെന്റ് നടത്തിയത്. ഓക്കെ, അപ്പൊ ഈ ട്യൂബില് നോക്കൂ, ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ഇതാണ് കാഥോഡ്. കാഥോഡിന്റെ ചാർജ് നെഗറ്റീവ്. അപ്പുറത്തെ സൈഡിൽ കാണുന്ന ആളാണ് ആനോഡ്. ആനോഡിന്റെ ചാർജ് പോസിറ്റീവ്. പിന്നെ നമ്മൾ ഇവരെ ഒരു ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ശേഷം ഇതിനകത്ത്, ഈ ട്യൂബിനകത്ത് നമ്മൾ ഒരു ഗ്യാസ് എടുത്തിട്ടുണ്ട്. അവിടെ വളരെ ലോ പ്രഷറിലാണ് ഈ ട്യൂബ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ സെറ്റപ്പ് മനസ്സിലായോ? ഇതിനകത്ത് നമ്മളൊരു ഗ്യാസ് ഉണ്ട്, അത് വളരെ ലോ പ്രഷറിലാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ ഇത്രയുമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ലോ പ്രഷർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വേക്വം പമ്പ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത്രയുമാണ് ഡിസ്ചാർജ് ട്യൂബിൽ എടുത്ത എന്തൊക്കെ കാര്യങ്ങളാണോ എടുത്തതെന്നുള്ളതാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ ബാറ്ററിയിലൂടെ നമ്മൾ ഇങ്ങോട്ട് പവർ സപ്ലൈ ചെയ്യാണ്, കറണ്ട് കൊടുക്കുകയാണ്. അപ്പൊ നോക്കി, കറണ്ട് കൊടുത്തപ്പോൾ കാഥോഡിൽ നിന്ന് കുറച്ച് റേസ് അങ്ങോട്ട് പോകുന്നുണ്ട് അല്ലെ? കാഥോഡ് സൈഡിൽ നിന്ന് ഒരു ലൈറ്റ് നമുക്ക് കാണും. ഈ ലൈറ്റിന്റെ പ്രത്യേകത എന്താണ്? ഈ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ്. ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു. ഒബ്ജക്റ്റ് വെച്ചപ്പോൾ മനസ്സിലായി ലൈറ്റ് ട്രാവലിംഗ് സ്ട്രെയിറ്റ് ലൈൻ. ഇനി നമ്മൾ അടുത്തത് ഇവിടെ ഒരു പെഡൽ വീൽ വെച്ചപ്പോൾ ഈ ലൈറ്റ് വരുമ്പോൾ ഈ വീൽ കറങ്ങുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? ദിസ് ലൈറ്റ് റേ പോസസ് സം മാസ് അല്ലെ? വെയിറ്റ് ഉണ്ട്. ദേ പോസസ് സം കൈനറ്റിക് എനർജി. അതുകൊണ്ട് തന്നെ അവർക്ക് കൈനറ്റിക് എനർജി ഉണ്ട്. ഇനി നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ചു. ഇലക്ട്രിക് ഫീൽഡ് വെച്ചപ്പോൾ നോക്കൂ, കാഥോഡ് റേസ് കണ്ടോ? ഇത്രയും നേരം നേരെ പോയ ആളാണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് വെച്ചപ്പോൾ കാഥോഡ് റേസ് ആ പോസിറ്റീവ് സൈഡിലോട്ട് വളഞ്ഞു അല്ലെ? ഇനി നമ്മൾ നോക്കൂ, ഒരു മാഗ്നറ്റ് വെച്ചു. മാഗ്നറ്റ് വെച്ച സൈഡിലോട്ടും ഈ കാഥോഡ് റേസിന്റെ ഡിഫ്ലക്ഷൻ ഉണ്ടായി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ എക്സ്പെരിമെന്റിലൂടെ മനസ്സിലായി. ഇത് കണ്ടോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്. ഓക്കെ, നമ്മൾ ഈ കണ്ട എക്സ്പെരിമെന്റിൽ നിന്ന് അവരുടെ പ്രോപ്പർട്ടീസ് ആണ് അടുത്തത് നോക്കാൻ പോകുന്നത് കേട്ടോ. സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്? വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്, എന്താണ് കാഥോഡ് റേയുടെ പ്രോപ്പർട്ടീസ്? എക്സ്പെരിമെന്റ് നിങ്ങൾ ഇപ്പൊ കണ്ടു. ആ എക്സ്പെരിമെന്റ് കണ്ടതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസ് ആയിട്ട് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് നോക്കൂ. കാഥോഡ് റേ സ്റ്റാർട്ട് ഫ്രം കാഥോഡ് ആൻഡ് മൂവ് ടുവേർഡ്സ് ആനോഡ്. കാഥോഡ് റേ സ്റ്റാർട്ട് ചെയ്യുന്നത് കാഥോഡിൽ നിന്നാണ്, അത് ആനോഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. നിങ്ങൾ അത് കണ്ടതാണ് അല്ലെ? വീഡിയോയിൽ നിങ്ങൾ കണ്ടു. കാഥോഡിൽ നിന്ന് തുടങ്ങി ആനോഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ദേ ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അവർ സ്ട്രെയിറ്റ് ലൈൻസിലാണ് മൂവ് ചെയ്യുന്നത്. അതും നമ്മൾ കണ്ടു. നെക്സ്റ്റ് പോയിന്റ്, ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കാഥോഡ് റേ മൂവ് ടുവേർഡ്സ് പോസിറ്റീവ് പ്ലേറ്റ്. നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്ലസ് മൈനസ് ചാർജ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാഥോഡ് റേ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? പോസിറ്റീവ് സൈഡിലോട്ടാണ്. കാരണം എന്താണ്? കാഥോഡ് എന്ന് പറഞ്ഞാൽ കാഥോഡിന്റെ നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജ് എങ്ങോട്ടായിരിക്കും കുട്ടികൾ പോവാ? പോസിറ്റീവ് സൈഡിലോട്ടാണ് പോവുക. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി കാഥോഡ് റേയുടെ കയ്യിൽ നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ റേ പോസിറ്റീവ് പ്ലേറ്റിലോട്ട് പോയത്. ക്ലിയർ? നെക്സ്റ്റ് പോയിന്റ്, they are deflected in presence of magnetic field. നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചപ്പോഴും സ്ട്രെയിറ്റ് ലൈനിൽ പോയിക്കൊണ്ടിരുന്ന കാഥോഡ് റേ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ കണ്ടപ്പോൾ അതിന്റെ അടുത്തേക്ക് പോയി. So they are deflected by magnetic field. Okay. Next point, the characteristics of cathode ray
rays do not depend on the material of electrode and the nature of the gas present in the cathode ray tube. Cathode ray tube ഏത് ഗ്യാസിനെയാണോ എടുത്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിന്റെ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ നെക്സ്റ്റ് നമ്മൾ കണ്ടതാണ് cathode ray possess a kinetic energy and hence can do mechanical work. cathode rayക്ക് kinetic energy ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് മെക്കാനിക്കൽ വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടു അല്ലെ, ഒരു വീൽ വെച്ചപ്പോൾ ആ വീൽ കറങ്ങി, ബിക്കോസ് cathode raysന് kinetic energy ഉണ്ട്. Okay, then last point ആണ് they can produce X-rays when incident on the metal with high atomic mass. അവർക്ക് എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എപ്പോഴാണ്, ഒരു മെറ്റലിൽ വന്ന് പതിക്കുകയാണെങ്കിൽ അവർക്ക് എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ഇത്രയുമാണ് കാഥോഡ് റേയുടെ പ്രോപ്പർട്ടീസ്. നിങ്ങൾ നിർബന്ധമായിട്ടും ഇതിലൊരു 4 പ്രോപ്പർട്ടീസ് എങ്കിലും ബൈ ഹാർട്ട് ചെയ്തിരിക്കുക കേട്ടോ, കാരണം എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ കാഥോഡ് റേസ് എന്താണ്, കാഥോഡ് റേസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആണ് എന്നൊക്കെ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ നമുക്ക് മനസ്സിലായി. ഇതേപോലെ തന്നെ ഇനി ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരും ഉണ്ട് അല്ലെ. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരുണ്ട് എന്ന് മനസ്സിലായതും ഇതേപോലെ എക്സ്പെരിമെന്റ് ചെയ്തപ്പോഴാണ്. ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ കാഥോഡ് റേ ട്യൂബ് ഉപയോഗിച്ച് തന്നെ ഉള്ള എക്സ്പെരിമെന്റിലൂടെയാണ് നമുക്ക് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജിന്റെ പ്രസൻസും മനസ്സിലായത്. അപ്പൊ അടുത്തത് നമ്മൾ പഠിക്കാൻ പോണത് ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് അത് മനസ്സിലാക്കാൻ വേണ്ടി ഗോൾഡ്സ്റ്റീൻ ചെയ്ത എക്സ്പെരിമെന്റ് ആണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കേട്ടോ. അതും ടീച്ചർ ഒരു വീഡിയോ കാണിച്ചു തരാം. 1886 ഗോൾഡ്സ്റ്റീൻ തന്റെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി അദ്ദേഹം എടുത്തതും ഒരു ഡിസ്ചാർജ് ട്യൂബ് ആണ്. ആ ഡിസ്ചാർജ് ട്യൂബിൽ അദ്ദേഹം ഒരു ആനോഡ് എടുത്തിട്ടുണ്ട്, പെർഫറേറ്റഡ് കാഥോഡ് എന്ന് വെച്ചാൽ ഹോൾസ് ഉള്ള കാഥോഡിനെയാണ് പെർഫറേറ്റഡ് കാഥോഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ പെർഫറേറ്റഡ് കാഥോഡ് എപ്പോഴും നെഗറ്റീവിലായിരിക്കും കണക്ട് ചെയ്യുക, ആനോഡ് എപ്പോഴും പോസിറ്റീവിലായിരിക്കും കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലോ പ്രഷർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, ഇതിലേക്ക് കറണ്ട് പാസ് ചെയ്തു. കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ കണ്ടതാണ് കാഥോഡിൽ നിന്ന് എന്തായാലും റേസ് വരും. അത് മാത്രല്ല ആനോഡിൽ നിന്നും റേസ് വരുന്നുണ്ട് എന്ന് ആര് കണ്ടു, ഗോൾഡ്സ്റ്റീൻ കണ്ടു. അപ്പൊ ആനോഡിൽ നിന്ന് റേസ്, കാഥോഡ് റേസിന് ഓപ്പോസിറ്റ് ആയിട്ട് ആനോഡിൽ നിന്ന് റേസ് വരുന്നുണ്ട്. അത് ഈ ഡിസ്ചാർജ് ട്യൂബിന്റെ ഈ വാൾസിൽ തട്ടി അവിടെ നമുക്ക് എന്ത് കാണാം, ലൈറ്റ് കാണാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ കനാൽ റേസ് അല്ലെങ്കിൽ കാഥോഡ് റേസ്, അദ്ദേഹം ഈ ഹോളിൽ കൂടെ ഈ റേസ് വരുന്നതുകൊണ്ട് അദ്ദേഹം വിളിച്ച പേരാണ് കനാൽ റേസ് കേട്ടോ. ആനോഡ് റേസിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് എന്താണ്, കനാൽ റേസ് എന്ന് പറയുന്നത്. ആനോഡിൽ നിന്ന് വരുന്ന റേസ് ആണ് ആര്, കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് റേ എന്ന് പറയുന്നത്. അപ്പൊ ആനോഡ് റേ നമ്മുടെ കാഥോഡ് റേക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നതെന്ന് ആർക്ക് മനസ്സിലായി, ഗോൾഡ്സ്റ്റീന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഇനി അടുത്ത നോക്കാൻ പോണത് ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് കേട്ടോ, നോക്കാം. Properties of canal rays. They depend on the nature of gas present in the cathode ray tube. നമ്മൾ കാഥോഡ് റേ പഠിച്ചപ്പോൾ പറഞ്ഞു ആ ട്യൂബിനകത്ത് എടുത്തിരിക്കുന്ന ഗ്യാസിന്റെ പ്രോപ്പർട്ടീസിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേസമയം കനാൽ റേസ് അല്ലെങ്കിൽ കനാൽ റേസിനെ തന്നെ പറയുന്ന വേറെ പേരാണ് കുട്ടികളെ ആനോഡ് റേസ്. അപ്പൊ അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ആനോഡ് റേസ് എന്ന് പറഞ്ഞാലും കനാൽ റേസ് എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ. ആനോഡ് റേസ് എന്താ ചെയ്യുന്നത്, ദേ ഡിപ്പെൻഡ് ഓൺ ദ ഗ്യാസ് പ്രസന്റ് ഇൻ ദ ഡിസ്ചാർജ് ട്യൂബ്. ട്യൂബിലുള്ള ആ പറയുന്ന ഗ്യാസിന്റെ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത പോയിന്റ് ആണ് the charge to mass ratio of anode rays depend on the nature of the gas. Next one, they also travel in straight line. അവരും സ്ട്രേറ്റ് ലൈനിൽ തന്നെയാണ് പോകുന്നത്. ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒന്നും ഇല്ലെങ്കിൽ അവർ സ്ട്രേറ്റ് ലൈനിലായിരിക്കും മൂവ് ചെയ്യുക. ഇനി ഒന്ന് ആലോചിച്ചേ, നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് വെക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കനാൽ റേസ് എങ്ങോട്ടായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്, യെസ് നെഗറ്റീവ് ചാർജിലോട്ടായിരിക്കും. കാരണം കനാൽ റേസിന് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ നെഗറ്റീവ് ചാർജിലോട്ടായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെ, കാഥോഡ് ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതേപോലെ തന്നെ നമ്മളൊരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് മാഗ്നറ്റിക് ഫീൽഡിനോട് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ കനാൽ റേസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് കാഥോഡ് റേസും ആനോഡ് റേസിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലായി. ഇപ്പൊ ആറ്റത്തിനകത്ത്, ആറ്റം അല്ല ഏറ്റവും ചെറുത്, ആറ്റത്തിനകത്ത് ഇനിയും സബാറ്റോമിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്നൊക്കെ മനസ്സിലായി അല്ലെ. അങ്ങനെ വന്നപ്പോഴാണ് റൂദർഫോർഡ് ഇതിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ, ഈ പോസിറ്റീവ് ചാർജ് എവിടെയാണ് ഇരിക്കുന്നത്, നെഗറ്റീവ് ചാർജ് എവിടെയാണ് ഇരിക്കുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി റൂദർഫോർഡ്, ആരാണ്, ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്, അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. നിങ്ങൾക്കറിയാം ഏതാണ് എക്സ്പെരിമെന്റ്,
ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് അല്ലെ, ആൽഫ റേ സ്കാറ്ററിംഗ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. അദ്ദേഹം ചെയ്തത് എന്തായിരുന്നു, നമ്മളുടെ ഒരു ഗോൾഡ് ഫോയിൽ എടുത്തു, ആ ഗോൾഡ് ഫോയിലേക്ക് ആൽഫ റേസിനെ കടത്തിവിട്ടു. ആൽഫ റേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ കണ്ടെയ്ൻ പോസിറ്റീവ് ചാർജ് അല്ലെ, ആൽഫ റേയുടെ കയ്യിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആ പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫ റേനെ ഗോൾഡ് ഫോയിലേക്ക് ശക്തിയായി ഇടിപ്പിച്ചു. ഇതായിരുന്നു നമ്മുടെ റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റ്. ആ റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റിൽ നിന്ന് അദ്ദേഹം കണ്ട കാര്യങ്ങൾ, ഒബ്സർവേഷനും കൺക്ലൂഷനും, പരീക്ഷയ്ക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ഒബ്സർവേഷൻസ് ആൻഡ് കൺക്ലൂഷൻ മെയ്ഡ് ബൈ റൂദർഫോർഡ് ഫ്രം ഹിസ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്? ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിൽ നിന്ന് റൂദർഫോർഡ് കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണ്? ഒബ്സർവേഷൻസ്. എന്താണ് ഒബ്സർവേഷൻസ്? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. മെജോറിറ്റി ഓഫ് ആൽഫ പാർട്ടിക്കിൾസും, ഇപ്പൊ നമ്മുടെ ഇത് ഗോൾഡ് ഫോയിൽ ആണെങ്കിൽ മെജോറിറ്റി ഓഫ് ആൽഫ പാർട്ടിക്കിൾസും ഇങ്ങനെ ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ഗോൾഡ് ഫോയിലൂടെ കടന്നുപോയി അല്ലെ. മെജോറിറ്റി ഓഫ് ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ വാസ് ഡിഫ്ലക്റ്റഡ് അറ്റ് എ സ്മോൾ ആംഗിൾ. ചെറിയ ആൽഫ, കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എങ്ങനെ സ്മോൾ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്തു പോയി, സ്മോൾ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്തു പോയി. സ്മോൾ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്തു പോയി. ഇനി ലാസ്റ്റ് പോയിന്റ് പറയുന്നത് വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ ബൗൺസ് ബാക്ക്. വളരെ കുറച്ചെണ്ണം വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോന്നു. വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ ബൗൺസ് ബാക്ക്. ഇതാണ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ. എന്തൊക്കെയാണ് കുട്ടികൾ ഒന്നുകൂടി പറയും? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. കുറെ ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിലൂടെ ഡിഫ്ലക്ഷൻ ഒന്നുമില്ലാതെ കടന്നുപോയി. വളരെ കുറച്ചെണ്ണം എന്ത് ചെയ്തു? ഡിഫ്ലക്റ്റഡ് അറ്റ് സ്മോൾ ആംഗിൾ. അതിനേക്കാളും കുറച്ചെണ്ണം ഡിഫ്ലക്റ്റഡ് ബാക്ക് അല്ലെങ്കിൽ ബൗൺസ്ഡ് ബാക്ക് എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് അദ്ദേഹം എന്തൊക്കെ കൺക്ലൂഷനിലാണ് എത്തിച്ചേർന്നത്? എന്തൊക്കെയാണ് റൂദർഫോർഡിന്റെ കൺക്ലൂഷൻ? റൂദർഫോർഡിന്റെ കൺക്ലൂഷൻ ഇതാണ്: മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിലെ ഭൂരിഭാഗവും എംപ്റ്റി ആണ്, എംപ്റ്റി സ്പേസ് ആണ്. അതുകൊണ്ടാണ് അവര് നേരെ കടന്നു പോയത്. ലൈറ്റ് റേസിന് നേരെ പോകണമെങ്കിൽ അവിടെ സ്പേസ് ഫ്രീ ആയിരിക്കണം അല്ലെ. ആൽഫ റേക്ക് നേരെ പോവാൻ പറ്റിയത് ആറ്റത്തിൽ കുറെ ഫ്രീ സ്പേസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഓഫ് ദ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ വെരി സ്മോൾ വോളിയം അറ്റ് ദ സെന്റർ കോൾഡ് ന്യൂക്ലിയസ്. നോക്കൂ, സെന്ററിലോട്ട് വരും തോറുമാണ് ഇവര് വളഞ്ഞു പോകുന്നത് അല്ലെ. അതിനർത്ഥം എന്താണ്? ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആ ചെറിയൊരു പോർഷനിലാണ് പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത്. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് സെന്ററിലാണ്. അത് ചെറുതാണ്, സെന്റർ ചെറുതാണ്. അതുകൊണ്ടാണ് കുറച്ചെണ്ണം മാത്രം ഡിഫ്ലക്ട് ചെയ്തു പോയത്. Last one, the volume occupied by the nucleus is negligibly small as compared to the total volume of atom. ആറ്റത്തെ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വോളിയം എന്ന് പറയുന്നത് വളരെ വളരെ കുറച്ചാണ്. അതുകൊണ്ടാണ് വളരെ കുറച്ചെണ്ണം മാത്രം ഡിഫ്ലക്റ്റഡ് ബാക്ക്. ഓക്കെ, തിരിച്ചു പോകുന്നത്. ടീച്ചർ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മുടെ ആറ്റം എന്ന് പറയുന്ന ആൾ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ അത്രയും ഉണ്ടെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആൾ ഒരു ബോളിന്റെ അത്രയേ ഉള്ളൂ. അത്രയും ചെറുതാണ്. മനസ്സിലായോ? കമ്പാരിസൺ എന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ആറ്റത്തിനേക്കാളും വളരെ ചെറുതാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ന്യൂക്ലിയസിനകത്താണ് ആരിയ്ക്കുന്നത്? പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത് എന്ന് റൂദർഫോർഡ് പറഞ്ഞു. നെഗറ്റീവ് ചാർജ് അപ്പൊ എവിടെയാണ്? നെഗറ്റീവ് ചാർജ് ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഈ എക്സ്പെരിമെന്റിന് ശേഷം അദ്ദേഹം തന്റെ മോഡൽ പ്രപ്പോസ് ചെയ്തു. സോ വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം? റൂദർഫോർഡ് തന്റെ മോഡലിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? അതിനെയാണ് നമ്മൾ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെയാണ് എന്തെന്ന് പറഞ്ഞത്? മോഡലിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെയാണ് പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. സോ റൂദർഫോർഡിന്റെ പോസ്റ്റുലേറ്റ്സ് എന്താന്ന് നോക്കാം. Most of the mass and all positive charge is concentrated at the center of the atom called a nucleus. ആറ്റത്തില് കൂടുതൽ മാസും പോസിറ്റീവ് ചാർജും എവിടെയാണ് ഇരിക്കുന്നത്? ഇറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെന്റർ കോൾഡ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ അകത്താണ് ഇരിക്കുന്നത്. ഓക്കെ, ആറ്റത്തിന്റെ മോസ്റ്റ് മാസും പോസിറ്റീവ് ചാർജും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് വിത്ത് വെരി ഹൈ സ്പീഡ്. നമുക്ക് ഇത് വെച്ചൊന്ന് മോഡൽ വരച്ചു നോക്കാം. ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ന്യൂക്ലിയസിലാണ് മോസ്റ്റ് ഓഫ് ദ മാസും പിന്നെ പോസിറ്റീവ് ചാർജും ഇരിക്കുന്നത്. ഓക്കെ, ഈ ന്യൂക്ലിയസിന് ചുറ്റും ആര് കറങ്ങുന്നു? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ ഓടി നടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞ
2 പോയിന്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിലെ ഭൂരിഭാഗവും എംപ്റ്റി ആണ്, എംപ്റ്റി സ്പേസ് ആണ്. Then last point, electrons and nucleus are held by electrostatic force of attraction. ഈ ഇലക്ട്രോണും ന്യൂക്ലിയസും അവർക്ക് ഇരിക്കാൻ പറ്റണം അല്ലേ, അവര് അട്രാക്ട് ചെയ്തിരിക്കുന്ന ഫോഴ്സിന്റെ പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ക്ലിയർ ആയോ? റൂദർഫോർഡിന്റെ പോസ്റ്റുലേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ഈ മോഡൽ ശരിയാണോ? റൂദർഫോർഡ് പറഞ്ഞിരിക്കുന്ന മോഡൽ ഓഫ് ആറ്റം ശരിയാണോ? റൂദർഫോർഡ് പറഞ്ഞ മോഡൽ ഓഫ് ആറ്റം ശരിയല്ല, അതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. കാരണം ഇലക്ട്രോൺ എന്ന് പറയുന്ന ആള് ചാർജ് ഉള്ള ആളാണ് അല്ലെ, നെഗറ്റീവ് ചാർജ് ഉള്ള ആളാണ്. നെഗറ്റീവ് ചാർജ് ഉള്ള ആള് കണ്ടിന്യൂസ്ലി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിന് ചാർജ് നഷ്ടപ്പെട്ട് അതങ്ങനെ ആറ്റം ഇങ്ങനെ ചെറുതായി ഉള്ളിലോട്ട് വന്നാലോ? അങ്ങനെ ഒരു സാധ്യത ഇല്ലേ? അങ്ങനെ ഒരു സാധ്യതയില്ല. അപ്പോ റൂദർഫോർഡിന് സ്റ്റെബിലിറ്റി ഓഫ് ആറ്റത്തെ കുറിച്ച് പറയാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ ഇങ്ങനെ ഉള്ളിലോട്ടൊന്നും വീഴാത്തത്, എന്താണ് ആറ്റം സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്നത് എന്ന് പറയാൻ പറ്റിയില്ല. സോ ഇറ്റ് ഈസ് ദ ഫെയിലിയർ ഓഫ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. റൂദർഫോർഡ് മോഡലിന്റെ ഒരു പോരായ്മയാണ് he could not explain the stability of atom and he failed to explain the hydrogen spectrum. ഹൈഡ്രജൻ സ്പെക്ട്രം വഴിയെ പഠിക്കും. It does not say anything about the electronic structure of atom. ആറ്റത്തിന്റെ ഇലക്ട്രോണിക് സ്ട്രക്ചറിനെ കുറിച്ചും റൂദർഫോർഡ് പറഞ്ഞില്ല. ക്ലിയർ ആയോ? റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, റൂദർഫോർഡ് മോഡല് ഫെയിലിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത മോഡൽ ഓഫ് ആറ്റം വരും അല്ലെ. അടുത്ത മോഡൽ ഓഫ് ആറ്റത്തിൽ ആറ്റം പഠിക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ കുറച്ച് പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ പ്രത്യേകതകൾ? ദേ ഹാവ് ഡ്യുവൽ നേച്ചർ അല്ലെ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഹാവ് ഡ്യുവൽ നേച്ചർ. എന്താണ് ഡ്യുവൽ നേച്ചർ? രണ്ട് സ്വഭാവം കാണിക്കും. ഏതൊക്കെയാണ് രണ്ട് സ്വഭാവം? ഒന്ന് പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് അടുത്തത് വേവ് നേച്ചർ അല്ലെ. അപ്പൊ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ കുറിച്ച് പറയുമ്പോൾ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ്. ഒന്ന് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് എന്താണ് മാക്സ് പ്ലാങ്ക് തന്റെ ക്വാണ്ടം തിയറിയിൽ പറഞ്ഞത് നമുക്ക് നോക്കാം. Radiant energy is absorbed or emitted not continuously but discontinuously in the form of small packets of energy called quanta. In the case of light, it is called a photon. Okay, radiant energy, ഒരു റേഡിയേഷനെ ഒരു ഒബ്ജക്റ്റ് അബ്സോർബ് ചെയ്യുന്നത്, ഒരു ആറ്റം അബ്സോർബ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടല്ല ബട്ട് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്. ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ് ഓഫ് എനർജി കോൾഡ് ക്വാണ്ട. ഓക്കെ, ഒരു എനർജി നമ്മൾ അബ്സോർബ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടല്ല ബട്ട് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഡിസ്കണ്ടിന്യൂസ്. ആ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓരോന്നിനെയും നമ്മൾ ഒരു പാക്കറ്റ് ഓഫ് എനർജി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പാക്കറ്റ് ഓഫ് എനർജിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ട. ഓക്കെ, ലൈറ്റിന്റെ കേസിൽ ലൈറ്റിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ആള് ഫോട്ടോൺസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എനർജി ഓഫ് ക്വാണ്ടം ഓഫ് റേഡിയേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഫ്രീക്വൻസി. ഒരു ക്വാണ്ടം ഓഫ് റേഡിയേഷന്റെ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂ. ഈ പ്രൊപ്പോർഷണൽ ടു ന്യൂ. ഫ്രീക്വൻസി കൂടുതലുള്ള ലൈറ്റിന് എനർജിയും കൂടുതലായിരിക്കും, ഫ്രീക്വൻസി കുറവുള്ള ലൈറ്റിന് എനർജി കുറവായിരിക്കും. ഫ്രീക്വൻസി കൂടിയാൽ എന്ത് കൂടും? എനർജി കൂടും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരുന്നത്. ആരാണ് കോൺസ്റ്റന്റ്? എച്ച്. E is equal to h nu എന്ന് നമ്മുടെ ഇക്വേഷൻ മാറും. ആരാണ് h? h is a constant called Planck's constant. വാല്യൂ കാണാതെ പഠിക്കണം. 6.626 into 10 raised to minus 34 joule second. അപ്പൊ എല്ലാവർക്കും Planck's quantum theory മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട്? ശ്രദ്ധിക്കാൻ ഒരു പടം വച്ച് കാണിച്ചു തരാം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു മെറ്റൽ ആണ്. മറക്കരുത്, മെറ്റൽ. ഓക്കെ, മെറ്റൽ. ഈ മെറ്റലിലേക്ക് ഒരു ലൈറ്റ് വന്നിരിക്കുകയാണ്. മെറ്റലിലേക്ക് എന്താണ് ഈ വരുന്നത്? ലൈറ്റ്. മെറ്റലിലേക്ക് ലൈറ്റ് വന്നിടിക്കുന്നു. മെറ്റലിലേക്ക് ലൈറ്റ് വന്നിടിച്ചാൽ മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് വരും. ഓക്കെ, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ ഡയഗ്രാം നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. മെറ്റൽ, ഒരു മെറ്റൽ ആവശ്യമാണ്. ആ മെറ്റലിലേക്ക് ആര് വന്നിടിക്കുന്നു? ഒരു ലൈറ്റ് വന്നിടിക്കുകയാണ്. ലൈറ്റ് വന്നിടിക്കുമ്പോൾ മെറ്റലിൽ നിന്ന് ആര് പുറത്തേക്ക് വരുന്നു? ഇലക്ട്രോൺസ്. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട്. സോ സിമ്പിൾ അല്ലേ? എന്തൊക്കെയാണ് ഇവിടെ ആവശ്യം? മെറ്റൽ വേണം, ലൈറ്റ് വേണം. മെറ്റലിലേക്ക് ആര് വന്നിടിക്കുന്നു? ലൈറ്റ് വന്നിടിക്കുന്നു. അപ്പൊ മെറ്റലിൽ നിന്ന് എന്ത് പുറത്തേക്ക് വരുന്നു? ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട്.
അപ്പൊ നമുക്ക് ഇതൊന്ന് ഇംഗ്ലീഷിൽ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് ejection. ejection എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരിക. It is the phenomenon of ejection of electron from the surface of metal when light of suitable frequency falls on it. ഒരു suitable frequency ഉള്ള ലൈറ്റ് വന്ന് മെറ്റലിൽ ഇടിക്കുമ്പോൾ മെറ്റലിന്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ക്ലിയർ അല്ലേ? ഡെഫിനിഷൻ നന്നായി പഠിച്ചു വെക്കാൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് what are the characteristics or observations of photoelectric effect? Photoelectric effectൽ കണ്ട observations എന്താണ് നോക്കാം. For the ejection of electron, incident light must have a minimum frequency called threshold frequency. Corresponding minimum energy is called a work function. ഇവിടെ ലൈറ്റ് വന്ന് ഇടിക്കുമ്പോൾ മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞു അല്ലേ? എല്ലാ മെറ്റലിനും ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. വരുന്ന ലൈറ്റിന് അതിനേക്കാളും ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്നാൽ മാത്രമേ അല്ലെ, ഒരു മിനിമം ഫ്രീക്വൻസി എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോസസ് നടക്കുള്ളൂ. മനസ്സിലായോ? മെറ്റലിന്റെ മിനിമം ഫ്രീക്വൻസി എങ്കിലും അത്രേ പോലും ഇല്ലെങ്കിൽ അതിനേക്കാൾ കുറവാണെന്ന് വിചാരിക്കുക ലൈറ്റിന്റെ ഫ്രീക്വൻസി, അപ്പൊ ഒരിക്കലും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കില്ല. സോ എല്ലാ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണമെങ്കിലും ലൈറ്റ് ഷുഡ് ഹാവ് എ മിനിമം ഫ്രീക്വൻസി നോൺ ആസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അതിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ് നടക്കില്ല. രണ്ടാമത്തെ പോയിന്റ് പറയുന്ന കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ മൂവ് ചെയ്യാണ്. സോ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ആളായതുകൊണ്ട് അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്. ദാറ്റ് കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. ഓർത്ത് വെക്കാൻ മറക്കരുത്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ലൈറ്റിന്റെ ഫ്രീക്വൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ലൈറ്റിന്റെ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയും കൂടും. ക്ലിയർ ആയോ? നെക്സ്റ്റ് പോയിന്റ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതും ടീച്ചറിവിടെ ഒന്ന് ഷോർട്ട് ആയിട്ട് എഴുതാം. നമ്പർ ഓഫ് ഇലക്ട്രോൺ, എത്ര ഇലക്ട്രോൺ പുറത്തേക്ക് വന്നു. ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് വരുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ. ലൈറ്റ് വന്ന് ഇടിക്കുമ്പോൾ മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്നു. പക്ഷെ എത്ര ഇലക്ട്രോൺ വരുന്നു എന്ന് ആരാ തീരുമാനിക്കുന്നത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് തീരുമാനിക്കുന്നത് ആരാണ്? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ തീരുമാനിക്കുന്നത് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഇന്റൻസിറ്റിനെ തന്നെ പറയുന്നതാണ് ബ്രൈറ്റ്നെസ് കേട്ടോ. ഇന്റൻസിറ്റിനെ തന്നെ പറയുന്നതാണ് ബ്രൈറ്റ്നെസ്. അപ്പൊ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് അല്ലെങ്കിൽ നല്ല ഇന്റൻസ് ആയിട്ടുള്ള ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് വരുന്നതിന്റെ എണ്ണം കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ, electrons are ejected from the metal surface as soon as the beam of light strike on it. അതായത് there is no time lag. There is no time lag. ലൈറ്റ് വന്ന് ഇടിക്കുന്നതും ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്നതും തമ്മിൽ ഒരു ടൈം ലാഗ് ഇല്ല. മെറ്റലിൽ ലൈറ്റ് വന്ന് ഇടിച്ച് അപ്പം തന്നെ മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് വരും. there is no time lag. ഒരു ടൈം ഗ്യാപ്പ് അവിടെ ഇല്ല. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ 4 ഒബ്സർവേഷൻസ് ആണ് പറഞ്ഞത്. നമ്മൾ ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ. ഇജക്റ്റഡ് ഇലക്ട്രോണിന്റെ പുറത്തേക്ക് വന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ, എത്ര ഇലക്ട്രോൺ പുറത്തേക്ക് വന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ് ആണ്. Last point, there is no time lag between ejection of electron and striking of light beam. ഇടിക്കുന്ന ലൈറ്റ് വന്ന് ഇടിച്ച് അപ്പം തന്നെ ഇലക്ട്രോൺ പുറത്തേക്ക് വരും. ക്ലിയർ ആയോ? ഇനി കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. half mv square is equal to h nu minus h nu 0. നോക്കാം, h nu എന്ന് പറയുന്നത് എനർജി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ആണ്. h nu 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ വർക്ക് ഫംഗ്ഷൻ ഓർ ത്രെഷോൾഡ് എനർജി. ഇതിൽ നിന്ന് നമ്മൾ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് half mv square is equal to h nu minus h nu 0. ഓക്കെ, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് h nu minus h nu 0. ഇത് നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. h നെ പുറത്തെടുക്കാം. അപ്പൊ nu minus nu 0 ഇക്വേഷൻ പഠിക്കാം. half mv square കൈനറ്റിക് എനർജി is equal to h into nu minus nu 0. ഓക്കെ, now നമ്മൾ അടുത്തത് പോകുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലോട്ടാണ്. ഹൈഡ്രജൻ സ്പെക്ട്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്രോബ്ലം ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഹൈഡ്രജൻ സ്പെക്ട്രം. അപ്പൊ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഈ ഹൈഡ്രജൻ സീരീസിനെ കുറിച്ചിട്ടാണ്. സ്പെക്ട്രൽ സീരീസ് ആരൊക്കെയാണ്? സ്പെക്ട്രൽ സീരീസ് ലൈമാൻ സീരീസ്, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. പേര് പഠിക്കുക. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ സീരീസ് ആണ് ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ് ആൻഡ് ഫണ്ട്. ഓക്കെ, ഇനി ഇത് ഏത് റീജിയനിലാണെന്ന് പഠിക്കുക. ലൈമാൻ ഏത് റീജിയനിലാണ്? യുവി റീജിയനിലാണ്. ബാമർ ഏത് റീജിയനിലാണ്? വിസിബിൾ റീജിയനിലാണ്.
പാഷൻ, ബ്രാക്കറ്റ് ആൻഡ് ഫണ്ട് എന്ന് പറയുന്ന 3 എണ്ണം IR റീജിയനിലാണ്. അപ്പൊ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവിടെ നിന്ന് 1 വേർഡ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗിവ് ദ സീരീസ് വിച്ച് ലൈസ് ഇൻ ദ വിസിബിൾ റീജിയൻ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? വിസിബിൾ റീജിയനിലുള്ള സീരീസ് ഏതാണ്? ബാമർ അല്ലെ. അപ്പൊ ഇതേപോലുള്ള 1 വേർഡ് ചോദിക്കും കേട്ടോ. ഇനി N1 N2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഇപ്പൊ ലൈമാൻ സ്പെക്ട്രൽ ലൈൻസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരയ്ക്കുക അല്ലെ. അപ്പൊ ഇതാണ് ഫസ്റ്റ് ലൈൻ ലൈമാൻ. ഇവിടെ n equal to 1 ആണ്. സെക്കൻഡ് ലൈൻ ബാമർ, n equal to 2 ആണ്. ആൻഡ് തേർഡ് ലൈൻ പാഷൻ, n equal to 3. ബ്രാക്കറ്റ് n equal to 4. ഫണ്ട് n equal to 5. ഓക്കെ. അപ്പൊ ലൈമാൻ ആണെങ്കിൽ അതിന്റെ N1 എന്ന് പറയുന്നത് 1 ആണ്. ലൈമാൻ ആണെങ്കിൽ അതിലേക്ക് വരുന്ന ലൈൻസ് എവിടെ നിന്നാണ്? 2-ൽ നിന്ന് വരാം, 3-ൽ നിന്ന് വരാം, 4-ൽ നിന്ന് വരാം, 5-ൽ നിന്ന് വരാം അല്ലെ. അതാണ് എഴുതിയിരിക്കുന്നത്. N2 എന്ന് പറയുന്നത് എവിടെ നിന്നൊക്കെയാണോ ലൈൻസ് വരുന്നത് അതാണ് N2. N2 എന്ന് പറഞ്ഞാൽ 2, 3, 4 എക്സെട്ര. ക്ലിയർ ആയോ? ഇനി ബാമർ ആണ് നിങ്ങളുടെ ലൈൻ എന്ന് വിചാരിക്കുക. N1 എന്ന് പറയുന്ന ബാമർ ആണ്. സോ ബാമർ എന്ന് പറയുന്ന ആള് N1 2 ആണ് അല്ലെ. അപ്പൊ ബാമറിലേക്കാണ് ലൈൻസ് വരുന്നതെങ്കിൽ 3-ൽ നിന്ന് വരാം, 4-ൽ നിന്ന് വരാം, 5-ൽ നിന്ന് വരാം. സോ N2 എന്നുള്ളത് അവിടെ 3, 4, 5 എക്സെട്ര ആണ്. ക്ലിയർ ആയോ? N1 N2 കണ്ടുപിടിക്കാൻ നമുക്ക് അറിയണം. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ആവശ്യമാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. ദ ബാമർ സീരീസ്, ഏത് സീരീസ് ആണ് തന്നിരിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിൽ വെക്കുക. ബാമർ സീരീസ് ഓഫ് ലൈൻസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം അപ്പിയർ ഇൻ വിസിബിൾ റീജിയൻ. നമുക്ക് അറിയുന്ന കാര്യമാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. ബാമർ സീരീസ് വിസിബിൾ റീജിയനിലുള്ള ആളാണ്. ഓക്കെ, സമ്മതിച്ചു. കാൽക്കുലേറ്റ് ദ വേവ് നമ്പർ. കണ്ടുപിടിക്കേണ്ട ആളെ ഒന്ന് വരച്ചിടാം. Calculate the wave number and wavelength of second line in Balmer series. അപ്പൊ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികളെ എന്താണ് നിങ്ങളുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്താണ് ഇക്വേഷൻ അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആയിട്ട് എടുത്ത് എഴുതാം. ഇക്വേഷൻ ഫോം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ തന്ന കാര്യങ്ങൾ ലെറ്റേഴ്സ് ആയിട്ട് എടുത്ത് എഴുതാം. ഫസ്റ്റ് ആരെയാണ് നമുക്ക് തന്നേക്കണേ? കാൽക്കുലേറ്റ് വേവ് നമ്പർ അല്ലെ. വേവ് നമ്പറിന്റെ ലെറ്റർ എന്താ കുട്ടികളെ? ന്യൂ ബാർ. അപ്പൊ ന്യൂ ബാർ നമുക്ക് കണ്ടുപിടിക്കണം. ന്യൂ ബാർ അറിയില്ല. പിന്നെ നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വേവ് ലെങ്ത്. എന്താണ് വേവ് ലെങ്ത്? ലാംഡ. ലാംഡയും നമുക്ക് അറിയില്ല. ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കണ്ടേ. ഇനി പറഞ്ഞേക്കുന്ന ഓഫ് ദ സെക്കൻഡ് ലൈൻ ഇൻ ദ ബാമർ സീരീസ് അല്ലെ. സെക്കൻഡ് ലൈൻ ഇൻ ബാമർ സീരീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ റിഡ്ബർഗ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? RH is equal to 109677 സെന്റിമീറ്റർ ഇൻവേഴ്സ്. റിഡ്ബർഗ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ചോദ്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പടം വരച്ച് നോക്കണം കേട്ടോ. ആ ഹൈഡ്രജൻ സ്പെക്ട്രൽ ലൈൻ വരച്ച് നോക്കാം. വാ നമുക്ക് വരയ്ക്കാം. അപ്പൊ ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ, ഫിഫ്ത്ത് ലൈൻ. ഫസ്റ്റ് താളുടെ പേരാണ് ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് N1. നമുക്ക് N1 വേണം അല്ലെ. N1 ഏതാണെന്ന് കിട്ടണം. അപ്പൊ N1 ഏതാണെന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലൈനിന്റെ പേര് ഏതാണോ അതാണ് N1. ഓക്കെ, ലൈൻ ഏത് ലൈനാ തന്നേക്കണേ? ബാമർ. അപ്പൊ ബാമർ എന്ന് പറഞ്ഞാൽ N1 എത്രയാണ് എടുക്കണ്ടേ? ബാമർ ഇസ് സെക്കൻഡ് ലൈൻ. സോ N1 ഈക്വൽ ടു നമ്മൾ എത്ര എടുക്കണം? 2 എടുക്കണം അല്ലെ. N1 equal to 2. ഏത് ലൈൻ ആണോ പറഞ്ഞിരിക്കുന്നത് അതാണ് N1. ഇപ്പൊ നമ്മളെടുത്ത് ബാമർ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ N1 equal to 2 എടുത്തു. നമ്മളെടുത്ത ചോദ്യത്തില് ലൈമാൻ എന്നാണ് പറഞ്ഞതെങ്കിൽ നമ്മളപ്പോ N1 എന്തെടുക്കും? അപ്പൊ N1 1 എടുക്കണം. ഇനിയിപ്പോ പാഷൻ ആണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അപ്പൊ N1 എന്തെടുക്കണം? N1 equal to 3 എടുക്കണം. മനസ്സിലായോ? പേര് ഏതാണോ തരുന്നത് ആ ലൈനിന്റെ നമ്പർ ആണ് N1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി N2 നമ്മൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ ഒരു ഹിന്റ് തന്നിരിക്കുന്നത്. സെക്കൻഡ് ലൈൻ രണ്ടാമത്തെ ലൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ രണ്ടാമത്തെ ലൈൻ എവിടെ നിന്നാണ് വരിക നോക്കാം. ഇത് n equal to 3, n equal to 4, n equal to 5. ശരി, ഇനി ബാമറിലേക്ക് വരുന്ന ലൈൻസിനെ ഒന്ന് നോക്കാം. ബാമറിലേക്ക് ലൈൻസ് വരുന്നത് ഒരു ലൈൻ ഇവിടെ നിന്ന് വരും. ദിസ് ഇസ് ദ ഫസ്റ്റ് ലൈൻ. ബാമറിലേക്ക് വരുന്ന ഫസ്റ്റ് ലൈൻ ആണിത്. ഇനി ബാമറിലേക്ക് വരുന്ന സെക്കൻഡ് ലൈൻ
ഇതാണ് മാമറയ്ക്ക് വരുന്ന സെക്കൻഡ് ലൈൻ. ആ സെക്കൻഡ് ലൈൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഏത് നമ്പറിൽ നിന്നാണ് സെക്കൻഡ് ലൈൻ വന്നിരിക്കുന്നത്? ഫോർത്ത് അല്ലെ, ഫോർത്ത് നമ്പറിൽ നിന്നാണ് വന്നേക്കുന്നത്. സോ n2 is equal to എന്ത് കിട്ടും? n2 is equal to 4. ക്ലിയർ ആയോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മനസ്സിലായോ? n1 n2 ഒക്കെ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന്? ഓക്കെ, ഇനി ഇക്വേഷനിലോട്ട് പോവാം നമുക്ക്. എന്താണ് നമ്മുടെ ഇക്വേഷൻ? ന്യൂ ബാർ is equal to RH into ന്യൂ ബാർ is equal to 1 by lambda അല്ലെ? ന്യൂ ബാർ is equal to 1 by lambda 1 by lambda is equal to RH into 1 by n1 square minus 1 by n2 square. ഓക്കെ, ഇനി ഇത് ചെയ്താൽ മതിയാവും. നമുക്ക് ന്യൂ ബാർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ആ വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിടാം. ഓക്കെ, ഇതൊന്നെത്തിന് നിങ്ങൾക്ക് എഴുതട്ടെ കേട്ടോ. n1 2, n2 4, then RH 109677. ഓക്കെ, ശരി. ഇനി ന്യൂ ബാർ ഇസ് ഈക്വൽ ടു RH-ന്റെ വാല്യൂ 109677 ഇൻറ്റു 1 by n1 സ്ക്വയർ. n1 എത്രയാണ്? 2 അല്ലെ? സോ 2 സ്ക്വയർ മൈനസ് 1 by n2 സ്ക്വയർ 4 സ്ക്വയർ. ഓക്കെ, ഇനി ഇതിന്റെ സ്ക്വയർ ചെയ്യാം. 109677 ടീച്ചറെ കൂടെ തന്നെ ചെയ്യാം കേട്ടോ. പ്രോബ്ലം ടീച്ചർ കൂടെ തന്നെ ചെയ്യാം, എന്നാലേ മനസ്സിലാവുള്ളൂ. കാൽക്കുലേറ്റർ എടുത്ത് എല്ലാവരും ഈ പ്രോബ്ലം ടീച്ചറുടെ ഒപ്പം ചെയ്യാം. ശരി, 1 by 2 സ്ക്വയർ എത്രയാണ് കുട്ടികളെ? 4 അല്ലേ? 1 by 4 മൈനസ് 1 by 4 സ്ക്വയർ എത്രയാണ്? 16. ഓക്കെ, ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. അപ്പൊ എന്ത് വരും? 109677 1 into 16 minus 4 divided by 4 into 16. ഓക്കെ, ഇത് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ അടിച്ചേ. ആൻസർ എത്രയാണെന്ന് പറയൂ. ഓക്കെ, അപ്പൊ നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആൻസർ 2056.1.4 സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അല്ലെ? ഫൈനൽ ആൻസർ ഇതാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഒരു സാധനം കൂടി കണ്ടുപിടിക്കാനുണ്ട് ഇവിടെ, ലാംഡ അല്ലെ? ലാംഡ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ലാംഡ ഇപ്പൊ നമുക്കറിയാം ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1 by lambda ആണ് അല്ലെ? ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1 by lambda ആണ്. അപ്പൊ ലാംഡയാണ് കണ്ടുപിടിക്കണമെങ്കിൽ ലാംഡേനെ ഇപ്പുറത്തോട്ട് എടുക്കുക, ന്യൂ ബാറിനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ എന്ത് വരും? ലാംഡ ഇസ് ഈക്വൽ ടു 1 by ന്യൂ ബാർ. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ ഉത്തരമാണ് ന്യൂ ബാർ. സോ 1 by 2056.1.4. ഇത് എത്രയാണെന്ന് ജസ്റ്റ് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, 1 by ന്യൂ ബാർ ചെയ്താൽ ലാംഡ കിട്ടും. ക്ലിയർ അല്ലേ? പ്രോബ്ലം ഓക്കെ അല്ലേ? ഇതേപോലത്തെ ഒരു പ്രോബ്ലം ഷുവർ ആണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് ബോർ മോഡലിലേക്ക് പോവാം. ബോർ മോഡലിലെ ബോർ എന്താണ് ബോറിന്റെ ആറ്റം മോഡലിനെ കുറിച്ച് പറഞ്ഞത്? അദ്ദേഹം ആറ്റം മോഡലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റുലേറ്റ്സ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, വെരി ഷുവർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റം? നോക്കാം, എന്താണ് ബോർ പറഞ്ഞത്? ബോർ പറഞ്ഞത് റൂദർഫോർഡ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ബോർ അംഗീകരിച്ചു. എന്താണ്? ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസ് വളരെ ചെറുതാണ്, ആ ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോണും കൂടുതൽ മാസും ഇരിക്കുന്നത്. ഓക്കെ, സമ്മതിച്ചു. ഇലക്ട്രോണിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടൊരു ഇലക്ട്രോണിൻ എവിടെയാണ് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ബോറാണ്. ബോർ എന്താണ് പറഞ്ഞത് ഇലക്ട്രോണിനെ കുറിച്ച്? ഇലക്ട്രോൺസ് ഇൻ an atom revolve around nucleus in circular path called orbit. Important. ഇലക്ട്രോൺ കറങ്ങുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലർ പാത്തിലാണ്. പടം വെച്ച് നോക്കാം. ഇതാണ് ന്യൂക്ലിയസ് എങ്കിൽ അതിൽ പോസിറ്റീവ് ചാർജും ഉണ്ട്, ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും ഉണ്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. ഈ സർക്കുലർ പാത്തിലാണ് നമ്മുടെ ഇലക്ട്രോൺ ഇരിക്കുന്നത്. ഇതാണ് ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോൺസ് കറങ്ങുന്ന സർക്കുലർ പാത്തിനെ അദ്ദേഹം വിളിച്ച പേരാണ് ഓർബിറ്റ്. ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ ഓർബിറ്റിന് ഡെഫിനിറ്റ് എനർജി ഉണ്ട്. അത് നമ്മുടെ റൂദർഫോർഡ് പറഞ്ഞിട്ടില്ല കേട്ടോ. ഓർബിറ്റ്സ് ഹാവ് ഡെഫിനിറ്റ് എനർജി. ഓരോ ഓർബിറ്റിനും ഡെഫിനിറ്റ് എനർജി ഉണ്ട്. സോ അതുകൊണ്ട് അവരെ എനർജി ഷെൽ അല്ലെങ്കിൽ എനർജി ലെവൽ എന്ന് വിളിക്കാം. എന്നിട്ട് ബോർ ഇതിനൊക്കെ നമ്പർ കൊടുത്തു. ഇപ്പൊ ഇത് ഫസ്റ്റ് എനർജി ലെവൽ 1 നമ്പർ കൊടുത്തു, അതിനെ കെ ഷെൽ എന്ന് വിളിച്ചു. ഇനി രണ്ടാമത് ഇതിന് ചുറ്റും ഒരു ഓർബിറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം അതിനെ
സെക്കൻഡ് എനർജി ലെവൽ എന്ന് വിളിച്ചു. സെക്കൻഡ് എനർജി ലെവൽ അതിന് അദ്ദേഹം എൽ ഷെൽ, എൽ ഷെൽ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോ കെ ഷെൽ, എൽ ഷെൽ. ഇനി മൂന്നാമതൊരു എനർജി ലെവൽ, മൂന്നാമതൊരു ഓർബിറ്റ് ഉണ്ടെങ്കിൽ അടുത്ത തേർഡ് എനർജി ലെവലാണ്. സോ അതിനെ കെ എൽ കഴിഞ്ഞാൽ പിന്നെ എം ഷെൽ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞു. അതാണ് ബോറിന്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. ഫസ്റ്റ് അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രോൺസ് കറങ്ങുന്നത് ഒരു സർക്കുലർ പാത്തിലാണ്. സർക്കുലർ പാത്തിന്റെ പേരാണ് ഓർബിറ്റ്. ഓരോ ഓർബിറ്റിനും ഡെഫിനിറ്റ് എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് എനർജി ലെവൽ അല്ലെങ്കിൽ എനർജി ഷെൽസ് എന്ന് വിളിക്കാം. അവർക്ക് നമ്മൾ നമ്പർ കൊടുത്തു, നമ്മളെല്ലാം ബോർ നമ്പർ കൊടുത്തു, 1 2 3 4 എക്സെട്ര. എന്നിട്ട് അതിനെ പറഞ്ഞു കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ എക്സെട്ര. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? ശരി, രണ്ടാമത്തെ പോയിന്റ്, as long as electron remain in a particular orbit it does not lose or gain energy. ഒരു ഇലക്ട്രോൺ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രോൺ ഈ ഒരു ഓർബിറ്റിലാണ് കറങ്ങുന്നതെങ്കിൽ it does not lose or gain energy. അതിന് എനർജി നഷ്ടപ്പെടുന്നുമില്ല, അത് പുതിയതായിട്ട് എനർജി കണ്ടുപിടിക്കുന്നുമില്ല. ഓക്കെ, it does not gain or lose energy. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓർബിറ്റിനെ ഒരു പേരും കൂടി പറയാം, സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. എനർജി സ്റ്റേഷനറി ആണ്, അത് മാറുന്നില്ലല്ലോ. അതുകൊണ്ട് അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആ ഓർബിറ്റിനെ വിളിക്കാം സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന്. ആസ് ലോങ് ആസ് ഇലക്ട്രോൺ റിമെയിൻ ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ്, ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ തന്നെ കറങ്ങുവാണെങ്കിൽ അതിന്റെ എനർജി നഷ്ടപ്പെടുകയുമില്ല, അത് നേടുന്നുമില്ല. സോ ദീസ് ആർ ഓർബിറ്റ്സ് ആർ ആൾസോ കോൾഡ് സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, മൂന്നാമത്തെ പോയിന്റിലേക്ക് പോവാം. ഓൺലി ദോസ് ഓർബിറ്റ്സ് ആർ പെർമിറ്റഡ് ഇൻ വിച്ച് ആംഗുലാർ മൊമെന്റം ഓഫ് ദ ഇലക്ട്രോൺ ഇസ് എ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് h/2π. നോക്ക, ഇലക്ട്രോൺ കറങ്ങുന്നത് സർക്കുലർ പാത്തിലാണ് അല്ലേ? നമ്മളൊക്കെ മൂവ് ചെയ്യുന്നുണ്ട് ലീനിയർ പാത്തിലാണ്, നേരെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു മൊമെന്റം ഉണ്ട്, നമ്മുടെ മൊമെന്റം ആണ് p. നമ്മുടെ മൊമെന്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മാസ് ഇൻറ്റു വെലോസിറ്റി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ ഫിസിക്സിൽ, മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. എന്നാൽ ഇലക്ട്രോൺ കറങ്ങുന്നത് സർക്കുലർ പാത്തിലായതുകൊണ്ട് ഇലക്ട്രോണിന്റെ മൊമെന്റത്തെ വിളിക്കുന്നത് ആംഗുലാർ മൊമെന്റം എന്നാണ്. സർക്കുലർ പാത്തിലുള്ളവരുടെ മൊമെന്റത്തിന്റെ പേരാണ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാൻ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ്. കാരണം സർക്കുലർ പാത്തിൽ കറങ്ങുന്നവർക്ക് റേഡിയസ് ഉണ്ടാവും അല്ലേ? സോ മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ്, MVR. ബോർ പറയാണ് ഇലക്ട്രോൺ കറങ്ങുന്നത് ആംഗുലാർ മൊമെന്റം NH/2π ഉള്ള ഓർബിറ്റിൽ മാത്രമാണ്. എല്ലാ ഓർബിറ്റിലും കയറി അങ്ങടെ ഇലക്ട്രോണിന് കറങ്ങാൻ പറ്റില്ല. ആംഗുലാർ മൊമെന്റം മസ്റ്റ് ബി എ മൾട്ടിപ്പിൾ ഓഫ് NH/2π. NH/2π എന്നുള്ള വാല്യൂ ഉള്ള ഓർബിറ്റിൽ മാത്രമേ നമ്മുടെ ഇലക്ട്രോൺ കറങ്ങുള്ളൂ. ഓക്കെ, വാട്ട് ഈസ് N? എന്ന് വെച്ചാൽ ഒന്നുമില്ല കുട്ടികളെ, 1 2 3 എക്സെട്ര. N-ന്റെ വാല്യൂ 1 2 3 എക്സെട്ര ആണ്. ക്ലിയർ ആയോ? ഓക്കെ, ശരി, അടുത്ത ലാസ്റ്റ് പോയിന്റ്. Energy is absorbed or emitted by an atom only when an electron in it moves from one orbit to another. ഒരു ആറ്റം എനർജി നേടി അല്ലെങ്കിൽ എനർജി നഷ്ടപ്പെടുത്തി, എനർജി അബ്സോർബ് ചെയ്തു അല്ലെങ്കിൽ എമിറ്റ് ചെയ്തു എന്ന് പറയുന്നത് എപ്പോഴാണ്? അതിലുള്ള ഇലക്ട്രോൺ, ഒരു ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ അടുത്ത ഓർബിറ്റിലേക്ക് ചാടുമ്പോൾ, ഇവിടെയുള്ള ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ that means atom എനർജി അബ്സോർബ് ചെയ്തു. അപ്പൊ എനർജി അബ്സോർബ് ചെയ്യുമ്പോഴാണ് ആ ഇലക്ട്രോണിന് ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ചാടാൻ പറ്റുള്ളൂ. എക്സൈറ്റേഷൻ മനസ്സിലായോ? അപ്പൊ എനർജി അബ്സോർബ് ചെയ്തു അല്ലെങ്കിൽ എമിറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ഓർബിറ്റിൽ നിന്ന് അടുത്ത ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ചാടുമ്പോഴാണ്. ക്ലിയർ അല്ലേ? 4 പോസ്റ്റുലേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബോറിന്റെ പോസ്റ്റുലേറ്റ്സ്. ഇനി ഈ മോഡൽ ശരിയാണോ? ബോർ മോഡൽ ഓഫ് ആറ്റം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണോ? എല്ലാ കാര്യങ്ങളും ശരിയല്ല, പക്ഷെ എന്നാലും ബോർ മോഡലിൽ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ബോറിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ് എന്നും പറയാം കേട്ടോ. ബോർ മോഡലിന്റെ ഗുണങ്ങൾ എന്താണ്? റൂദർഫോർഡിന് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ബോർ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് he could explain the stability of atom. Bohr could explain the stability of atom. റൂദർഫോർഡ് അത് പറയാൻ പറ്റിയില്ല അല്ലേ? നമ്മളത് പറഞ്ഞായിരുന്നു. റൂദർഫോർഡ് could not explain the stability of atom, but Bohr could explain the stability of atom. ബോറിന് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. രണ്ടാമത്, Bohr could explain the atomic spectrum of hydrogen. ഇത് റൂദർഫോർഡ് പറയാൻ പറ്റിയില്ല. സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ പറയാൻ പറ്റിയില്ല, പക്ഷെ ആർക്ക് പറയാൻ പറ്റി? ബോറിന് ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. നെക്സ്റ്റ് വൺ, Bohr's theory had been calculating the energy of electron in a particular orbit of hydrogen atom.
ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ നോക്കൂ, ഒരു ഓർബിറ്റിൽ ഇരിക്കുന്ന ഈ ഒരു ഇലക്ട്രോണിന്റെ എനർജി എത്രയാണെന്ന് ബോർ ഇക്വേഷൻ ഒക്കെ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. ഇക്വേഷൻ എന്താണെന്നൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇത് മാത്രം പഠിക്കുക. ഹി കുഡ് കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ പെർട്ടിക്കുലർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ഒരു ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി കണ്ടുപിടിക്കാൻ ആർക്ക് സാധിച്ചു? ബോറിന് സാധിച്ചു. ഓക്കെ, ഇത്രയുമാണ് ബോറിന്റെ അഡ്വാൻറ്റേജസ്. പിന്നെ ഒരെണ്ണം കൂടി പറയാം, ഹി കുഡ് കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ഈച്ച് ഓർബിറ്റ്. കേട്ടോ, അതും കൂടി ഒന്ന് പറഞ്ഞോളൂ. ഹി കുഡ് കാൽക്കുലേറ്റ് റേഡിയസ് ഓഫ് ഈച്ച് ഓർബിറ്റ്. ഓരോ ഓർബിറ്റിന്റെ റേഡിയസ് എത്രയാണെന്ന് പറയാൻ സാധിച്ചു. റേഡിയസ് ഓഫ് ഈച്ച് ഓർബിറ്റ്. ഓക്കെ, ഇനി ഈ മോഡൽ ശരിയായിരുന്നോ? അല്ല, ഇതിലും കുറച്ച് പോരായ്മകളുണ്ട്. അപ്പൊ അടുത്തത് അതാണ് നമ്മൾ പഠിക്കുന്ന ഡീമെറിറ്റ്സ് ഓർ ഡ്രോബാക്സ് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റം. നോക്കാം എന്തൊക്കെയാണ് ബോർ മോഡൽ ഡീമെറിറ്റ്സ്. ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്രം ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റം. നോക്കൂ, ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രം ആണ്, ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിന്റെ സ്പെക്ട്രം ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ബോർ ഒരു ഇലക്ട്രോൺ ഉള്ളവരുടെ സ്പെക്ട്രം ആണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഒന്നിലധികം ഇലക്ട്രോൺ ഉള്ളവരെയാണ് നമ്മൾ എന്ന് പറയുന്നത് മൾട്ടി ഇലക്ട്രോൺ ആറ്റം. മോർ ദാൻ വൺ ഇലക്ട്രോൺ ഉള്ളവരെയാണ് മൾട്ടി ഇലക്ട്രോൺ ആറ്റം എന്ന് പറയുന്നത്. ബോറിന് മൾട്ടി ഇലക്ട്രോൺ ആറ്റത്തിന്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. സോ അത് ബോറിന്റെ ഒരു ഡ്രോബാക്ക് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സീമാൻ ഇഫക്റ്റ് ആൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ്. സീമാൻ ഇഫക്റ്റും സ്റ്റാർക്ക് ഇഫക്റ്റും, അതായത് സ്പെക്ട്രൽ ലൈൻസ് മാഗ്നറ്റിക് ഫീൽഡിനും ഇലക്ട്രിക് ഫീൽഡിനും എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, അതാണ് സീമാൻ ഇഫക്റ്റ് ആൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിച്ചില്ല. നെക്സ്റ്റ് ഡീമെറിറ്റ് ആണ്, ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഡി ബ്രോഗ്ലി കൺസെപ്റ്റ് ഓഫ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഡി ബ്രോഗ്ലിയുടെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററിനെ കുറിച്ച് പറയാനും നമ്മുടെ ബോറിന് സാധിച്ചില്ല. Next point, he could not explain the Heisenberg uncertainty principle. ഹെയ്സൻബർഗിന്റെ uncertainty principle പറയാൻ സാധിച്ചില്ല. Okay, last point, he could not explain the ability of atom to form molecule by chemical bond. Atoms എപ്പോഴും atoms ആയിട്ട് ഇരിക്കുകയല്ല അല്ലേ, atoms എന്ത് ചെയ്യുന്നുണ്ട്, അവര് ബോണ്ട് ഫോം ചെയ്ത് മോളിക്യൂൾസ് ആവുന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ് എന്ന് പറയാൻ ബോറിന് സാധിച്ചില്ല. അപ്പം ഡീമെറിറ്റ്സ് മനസ്സിലായോ? മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് പരീക്ഷയ്ക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കുട്ടികളെ, വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നന്നായി പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ബോറിന് പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഇനി അടുത്തത് പഠിക്കേണ്ടത് അല്ലേ. ബോറിന് എന്താ പറയാൻ പറ്റാഞ്ഞത്? ഡി ബ്രോഗ്ലിയുടെ ഡ്യുവൽ നേച്ചറിനെ കുറിച്ചിട്ട് ബോറ് പറഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് അടുത്തത് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, വാട്ട് ഡു യു മീൻ ബൈ ഡി ബ്രോഗ്ലിസ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. എന്താണ് ഡി ബ്രോഗ്ലിയുടെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് വെച്ചാല്? ഒന്നുമില്ല. ഡ്യുവൽ നേച്ചർ എന്ന് വെച്ചാൽ രണ്ട് സ്വഭാവം ഉണ്ടെന്നാണ് ഡി ബ്രോഗ്ലി പറയാണ്. എല്ലാ മൈക്രോസ്കോപ്പിക് മൂവിംഗ് പാർട്ടിക്കിൾ, അതായത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു മൂവിംഗ് പാർട്ടിക്കിൾ ആണ് അല്ലെ, വളരെ ചെറിയ ആളാണ്, അതൊരു മൂവിംഗ് പാർട്ടിക്കിൾ ആണ്. ആ ഇലക്ട്രോൺ പോലെയുള്ള പാർട്ടിക്കിളിന് രണ്ട് സ്വഭാവം ഉണ്ട്. എന്താണ് രണ്ട് സ്വഭാവം? ഡ്യുവൽ നേച്ചർ. എന്താണ് ഡ്യുവൽ നേച്ചർ? ഒന്ന് പാർട്ടിക്കിൾ നേച്ചർ, അടുത്തത് വേവ് നേച്ചർ. സോ ഡി ബ്രോഗ്ലി ഇത്രയുമാണ് പറഞ്ഞത്, ഇലക്ട്രോൺ പോലെയുള്ള മൂവിംഗ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന് ഡ്യുവൽ നേച്ചർ ഉണ്ട്, ദാറ്റ് ഈസ് ദേ ഹാവ് പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചർ. അങ്ങനെയാണെങ്കിൽ ഡി ബ്രോഗ്ലി ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. ഈ വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? വേവ് നേച്ചർ ഉള്ളവർക്ക് വേവ് ലെങ്ത് ഉണ്ടാവും അല്ലെ, അപ്പൊ ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ഡി ബ്രോഗ്ലി ഇക്വേഷൻ വെരി ഇമ്പോർട്ടന്റ്. ലാംഡ ഇസ് ഈക്വൽ ടു h/mv. ലാംഡ ഇസ് ഈക്വൽ ടു h/mv. ലാംഡ എന്ന് വെച്ചാൽ കുട്ടികളെ വേവ് ലെങ്ത് ആണ്. എച്ച് എന്ന് വെച്ചാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, നിങ്ങൾക്ക് അറിയാം അല്ലെ. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ഇതിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയാണ്? 6.626 into 10⁻⁻34 ജൂൾ സെക്കൻഡ് അല്ലെ. ഓക്കെ, ഇനി മാസ് എം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ്. ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോണിന്റെ മാസ്. വി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെലോസിറ്റി. വെലോസിറ്റി. അപ്പൊ നിങ്ങള് പരീക്ഷയ്ക്ക് ചോദിക്കേണ്ട ഈ ബ്രോഗ്ലി ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇക്വേഷൻ എഴുതാൻ ലാംഡ ഇസ് ഈക്വൽ ടു h/mv അവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. അതിൽ ഓരോ ടേംസും കൂടി എടുത്ത് എഴുതേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. h എന്ന് വെച്ചാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, m എന്ന് വെച്ചാൽ മാസ്, v എന്ന് വെച്ചാൽ വെലോസിറ്റി. ഇനി നിങ്ങൾക്ക് അറിയാം മാസ് ഇൻടു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മൊമെന്റം അല്ലെ. p is equal to മാസ് ഇൻടു വെലോസിറ്റി ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെയും കൂടി എഴുതാം, ലാംഡ ഇസ് ഈക്വൽ ടു h/p. എന്താണ് h/p എന്നായത്? കാരണം മാസ് into velocity is momentum. അപ്പോൾ നമുക്ക് ഡി ബ്രോഗ്ലി ഇക്വേഷൻ ലാംഡ is equal to h/p എന്നും കൂടി പറയാം. ക്ലിയർ ആയോ?
ഓക്കെ, നെക്സ്റ്റ് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. എക്സാമിനർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കേട്ടോ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. എന്താണ് ഹെയ്സൻബർഗ് പറഞ്ഞത്? ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിറ്റർമിൻ സൈമൾട്ടേനിയസ്ലി both the position and velocity of a microscopic moving particle such as electron with absolute accuracy. എന്താണ് കുട്ടികളെ? ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരാളുടെ പൊസിഷനും വെലോസിറ്റിയും നോക്കാം. രണ്ട് കാര്യങ്ങളാണ്, പൊസിഷൻ ആൻഡ് വെലോസിറ്റി. വെലോസിറ്റിക്ക് പകരം അവിടെ മൊമെന്റം എന്ന് ഉപയോഗിച്ചാലും ശരിയാണ് കേട്ടോ. കാരണം വെലോസിറ്റി പറയാൻ പറ്റുന്നില്ലെങ്കിൽ മൊമെന്റവും പറയാൻ പറ്റില്ല. അപ്പൊ ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, സാധ്യമല്ല ടു ഡിറ്റർമിൻ, കണ്ടുപിടിക്കുക. എന്താ കണ്ടുപിടിക്കാൻ പറ്റാത്തത്? both the position and velocity of a microscopic moving particle such as electron with absolute accuracy. ഇലക്ട്രോണെ പോലെയുള്ളവരുടെ പൊസിഷനും വെലോസിറ്റിയും ഒരേ സമയം കൃത്യമായി കണ്ടുപിടിക്കാൻ പോസിബിൾ അല്ല കേട്ടോ. അതെന്താണ് അങ്ങനെ പറയുന്നത്? ഇലക്ട്രോൺ വളരെ ചെറിയ ഒരാളാണ് അല്ലെ, വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആളാണ്. വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരാളെ ടീച്ചർ ഈ റൂമിൽ പൂട്ടിയിടാണെന്ന് വിചാരിക്കുക. ഓക്കെ, വളരെ മൈക്രോസ്കോപ്പിക് ആണ് കേട്ടോ. അപ്പൊ അയാൾ ഈ റൂമിൽ പൂട്ടിയിട്ടാൽ അയാൾ ഈ റൂമിനകത്ത് തന്നെ ഉണ്ടാവോ? കുറെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ ഉണ്ടാവണമെന്ന് ഒരു സാധ്യതയില്ല. കാരണം ഒരു ചെറിയ ഹോൾ ഉണ്ടെങ്കിൽ പോലും അതവിടെ നിന്ന് പോകും അല്ലെ. അപ്പൊ പൊസിഷൻ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതേസമയം ഇപ്പൊ നമ്മളെ പോലുള്ള വലിയ ആൾക്കാരെയാണ് റൂമിൽ പൂട്ടിയിട്ടേക്കണെന്ന് വിചാരിക്കുക. നമ്മളെ പൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ മാക്രോസ്കോപ്പിക് ആണ്. അപ്പൊ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹെയ്സൻബർഗ് പ്രിൻസിപ്പിൾ ബാധകമല്ല. ഹെയ്സൻബർഗ് പ്രിൻസിപ്പിൾ ആർക്ക് മാത്രമാണ് ബാധകം? മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളവരെയാണ് കേട്ടോ. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൾക്കാരുടെ പൊസിഷനും വെലോസിറ്റിയും ഒരേ സമയം പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. നോട്ട് എന്നുള്ള വാക്കിന് അവിടെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിറ്റർമിൻ സൈമൾട്ടേനിയസ്ലി both the position and velocity of a microscopic moving particle such as electron with absolute accuracy. ഇനി ഹെയ്സൻബർഗിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കൂടി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എന്താണത്? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h by 4π. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ. പൊസിഷനിലുള്ള അൺസർട്ടനിറ്റിനെയാണ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ മൊമെന്റ്. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഈ ഇക്വേഷൻ നമുക്ക് ഒരു രീതിയിലും കൂടി എഴുതാം. നിങ്ങൾക്കറിയാം പി ഇസ് ഈക്വൽ ടു, പി എന്ന് വെച്ചാൽ ആരാടാ? മൊമെന്റം അല്ലെ. മൊമെന്റം എന്ന് വെച്ചാൽ എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലെ, മാസ് ഇൻറ്റു വെലോസിറ്റി. ഡെൽറ്റ പി ആണെങ്കിലോ അൺസർട്ടനിറ്റി ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എം ഡെൽറ്റ വി എന്നാവും. എമ്മിന് ഡെൽറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എം ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അത് ചേഞ്ച് ആവില്ല. സോ അവിടെ നമ്മൾ ഡെൽറ്റ കൊടുക്കുന്നില്ല. അപ്പൊ ഡെൽറ്റ പി കണ്ടുപിടിക്കാൻ എം ഡെൽറ്റ വി എന്ന് എഴുതിയാൽ മതി. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷനിൽ കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ എന്താവും? ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി greater than or equal to h by 4π. മനസ്സിലായോ? ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h by 4π. ഇങ്ങനെയും ഈ ഇക്വേഷനെ നമുക്ക് എഴുതാം. ഹെയ്സൻബർഗിന്റെ പ്രിൻസിപ്പിളും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനും അതിലെ ടേംസും വളരെ കൃത്യമായി പഠിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഹെയ്സൻബർഗ് പ്രിൻസിപ്പിളിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? എന്താണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ? എന്താണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ? ദിസ് പ്രിൻസിപ്പിൾ റൂൾസ് ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് പാത്ത് ഓർ ട്രാജക്ടറീസ് ഓഫ് മൈക്രോസ്കോപ്പിക് മൂവിംഗ് പാർട്ടിക്കിൾ. ഒന്നുമില്ല, ഇലക്ട്രോൺ പോലെയുള്ള ആൾക്കാര് ഇലക്ട്രോൺ കറങ്ങുന്നത് ഒരു ഓർബിറ്റിലാണെന്ന് ബോർ പറഞ്ഞു അല്ലെ. അങ്ങനെ ഒരു ഡെഫിനിറ്റ് പാത്ത് ഇല്ല. ഓക്കെ, ഓർബിറ്റ് എന്നൊരു ഡെഫിനിറ്റ് പാത്തിലല്ല ഇലക്ട്രോൺ കറങ്ങുന്നത്. അങ്ങനെ ഒരു ഡെഫിനിറ്റ് പാത്ത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിന്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് എളുപ്പമല്ല. ഇനി അടുത്തത്, ഇറ്റ് ഈസ് ഓൺലി അപ്ലിക്കബിൾ ഫോർ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ബാധകമായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഹെയ്സൻബർഗ് പ്രിൻസിപ്പിൾ ബാധകമല്ല എങ്കിൽ, ഹെയ്സൻബർഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഓർബിറ്റ് ഇല്ല എങ്കിൽ പിന്നെ ഇലക്ട്രോൺ എവിടെയാണ് ഇരിക്കുന്നത്? ആറ്റത്തിൽ ഇലക്ട്രോണിന്റെ പൊസിഷൻ എവിടെയാണ്? കണ്ടോ, ഇപ്പൊ ഇത്രയും ഫൈൻഡിങ്സ് ഒക്കെ ഉണ്ടായതിനു ശേഷം ഇലക്ട്രോൺസിന്റെ പൊസിഷൻ കൃത്യമായി പറയാൻ ബോറിനെ കൊണ്ട് സാധിച്ചില്ല. അപ്പൊ ഹെയ്സൻബർഗും പിന്നെ നമ്മുടെ ഡി ബ്രോഗ്ലിയും ഒക്കെ പിന്നീട് നടത്തിയ എക്സ്പെരിമെന്റിൽ നിന്ന്
ഇലക്ട്രോണിന്റെ പൊസിഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇലക്ട്രോൺ എവിടെയാണ് ഇനി ഇരിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്ന ആളാണ് ഓർബിറ്റൽസ്. ആരാണ്? ഓർബിറ്റൽസ്. അപ്പൊ വാട്ട് ഡു യു മീൻ ബൈ ഓർബിറ്റൽ? ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പേസ് അറൌണ്ട് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സ്ഥലമാണ് where there is maximum probability of finding an electron having specific energy. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ള സ്ഥലം, വളരെ സേഫ് ആയിട്ട് പറയാണ് കേട്ടോ. ഈ ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോൺ കാണാൻ, ആ ഇലക്ട്രോണിനെ കാണാൻ സാധ്യത എവിടെയൊക്കെ ആയിരിക്കും. ഈ സാധ്യതയുള്ള സ്ഥലത്തിനെ പറയുന്ന പേരാണ് ഓർബിറ്റൽ. ഓർബിറ്റ് വേറെ, ഓർബിറ്റൽ വേറെ കേട്ടോ. ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ it is the space around nucleus where there is maximum probability of finding an electron. Okay, clear ആയോ? അപ്പൊ ഓർബിറ്റൽസിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി വന്ന ആളാണ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ക്വാണ്ടം നമ്പേഴ്സ്. എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി പുതിയ മോഡൽ ഓഫ് ആറ്റം, ബോർ മോഡൽ തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഇനി പുതിയ മോഡൽ ഓഫ് ആറ്റം വേണം അല്ലെ. അപ്പൊ അടുത്ത മോഡൽ ഓഫ് ആറ്റം ആണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം പഠിക്കുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സ് ഇത്രയേ ഉള്ളൂ. ഒരു ആറ്റത്തിന് ഇലക്ട്രോൺ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ക്വാണ്ടം നമ്പേഴ്സ് ആണ് കേട്ടോ. Quantum numbers are a set of 4 numbers with the help of which we get the complete information about the electron in an atom. It is the address of an electron. ഒരു ഇലക്ട്രോണിന്റെ അഡ്രസ് എന്ന് പറയുന്ന ആള് ക്വാണ്ടം നമ്പർ ആണ്. ക്വാണ്ടം നമ്പറിനെ കിട്ടിക്കഴിഞ്ഞാൽ, 4 ക്വാണ്ടം നമ്പറിനെ കുറിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ ആറ്റത്തിൽ എവിടെയാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ക്വാണ്ടം നമ്പേഴ്സ്. ഏതൊക്കെയാണ് ക്വാണ്ടം നമ്പേഴ്സ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. പറഞ്ഞേ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. നോക്കാം, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പറിന് തന്നെ വേറൊരു പേരാണ് ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഇവരെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്ററിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് N. അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് L. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് M. സ്പിൻ ക്വാണ്ടം നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് S. ഇനി ഇവർ ഓരോരുത്തരും എന്താണെന്ന് പഠിക്കാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ് ദ മെയിൻ എനർജി ലെവൽ ഓർ ഷെൽ ഓഫ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ മെയിൻ എനർജി ലെവൽ അല്ലെങ്കിൽ ഷെൽ എന്ന് പറയുന്ന ആളാണ് ആര്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ it also determine the average distance of orbital or electron from the nucleus. Also determine average distance of electron from nucleus. എന്നാ നോക്കിയേ, ഇപ്പൊ ഇതാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ്. ഈ മെയിൻ എനർജി ലെവൽ എന്ന് പറയുന്ന ആളാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇങ്ങനെ എനർജി ലെവൽസ് ഇപ്പൊ ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ലേ? മെയിൻ എനർജി ലെവൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ മനസ്സിലായാൽ ആ ന്യൂക്ലിയസിൽ നിന്ന് എത്ര അകലത്തിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. അതാണ് ഇറ്റ് ആൾസോ ഡിറ്റർമിൻ ദ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ്. ഓക്കെ, ഇനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് N. സോ Nന്റെ വാല്യൂസ് 1, 2, 3 എക്സെട്ര ആണ്. N1 വന്നാൽ ഫസ്റ്റ് എനർജി ലെവൽ, N2 വന്നാൽ സെക്കൻഡ് എനർജി ലെവൽ, N3 വന്നാൽ തേർഡ് എനർജി ലെവൽ, അങ്ങനെ നമുക്ക് പറയാം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വാണ്ടം നമ്പർ ആണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. എന്താണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ? അതിന്റെ വേറൊരു പേരാണ് ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞില്ലേ? അതായത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ മനസ്സിലായാൽ നമുക്ക് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് മനസ്സിലാവും. We can determine the magnitude of orbital angular momentum. പിന്നെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ determine the subshell. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന്റെ സബ്ഷെല്ലിനെ കുറിച്ച് പറഞ്ഞു തരുന്ന ആളാണ്. ബോർ ഇതൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ? സബ്ഷെല്ലിനെ കുറിച്ചൊന്നും ബോർ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ വന്നു പുതിയ ആള്, സബ്ഷെൽ. അപ്പൊ ഒരു ഇലക്ട്രോണിന്റെ സബ്ഷെൽ ഉണ്ട്, അതായത് ഈ ഓർബിറ്റൽ മെയിൻ എനർജി ലെവലിൽ തന്നെ ഇനി അതിന്റെ ഉള്ളിൽ സ്ഥലമുണ്ട് കേട്ടോ. മെയിൻ എനർജി ലെവലിൽ തന്നെ നമുക്കൊരു സബ്ഷെൽ ഉണ്ട്. ആ സബ്ഷെല്ലിനെ കുറിച്ച് പറഞ്ഞു തരുന്ന ക്വാണ്ടം നമ്പർ ആണ് ആര്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, ഇനി സബ്ഷെല്ല് മനസ്സിലായി കഴിഞ്ഞാൽ ഓരോ സബ്ഷെല്ലിന്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഷേപ്പ് ഓഫ് ദ ഓർബിറ്റലും കൂടി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ.
ഒരു സബ്ഷെൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പും കൂടി പറയാം. അസിമുത്തൽ കോണ നമ്പർ അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? ഇറ്റ് ഡിറ്റർമിൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം, ഇറ്റ് ഡിനോട്ട്സ് ദി സബ്ഷെൽ ആൻഡ് ഇറ്റ് ഗിവ്സ് ദ ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എന്നിന്റെ വാല്യൂ 1 2 3 എക്സെട്ര ആണെന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ എല്ലിന്റെ വാല്യൂ ഷെല്ല് നോക്കിയിട്ടാണ് സബ്ഷെല്ല് പറയുക. അപ്പൊ ഒരു ഷെല്ലിനെ സംബന്ധിച്ചിടത്തോളം n എന്നുള്ള ഒരു ഷെല്ലിന് 0 to n-1 സബ്ഷെല്ലാണ് ഉണ്ടാവുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടീച്ചർ പറഞ്ഞത്. n എന്ന് പറയുന്ന ഷെല്ലിന് 0 to n-1 സബ്ഷെൽ ഉണ്ടാവും. അതായത് സബ്ഷെൽ തുടങ്ങുന്നത് 0-ലാണ്. സബ്ഷെൽ തുടങ്ങുന്നത് 0-ലാണ്. അപ്പൊ ഷെല്ല് തുടങ്ങിയത് 1-ലാണ് അല്ലെ. ഫസ്റ്റ് എനർജി ലെവൽ, സെക്കൻഡ് എനർജി ലെവൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ സബ്ഷെൽ തുടങ്ങുന്നത് 0 1 2 3 4 എക്സെട്ര. 0 എന്ന് പറഞ്ഞാൽ എസ് സബ്ഷെല്ലാണ്, 1 എന്ന് പറഞ്ഞാൽ പി, എസ് പി ഡി എഫ്. ഓക്കെ, എസ് പി ഡി എഫ്, എസ് പി ഡി എഫ് എന്നാണ് നമ്മൾ എഴുതുക. 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എസ് സബ്ഷെൽ, 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പി സബ്ഷെൽ, 2 എന്ന് പറഞ്ഞാൽ ഡി സബ്ഷെൽ, 3 എന്ന് പറഞ്ഞാൽ എഫ് സബ്ഷെൽ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ 4 സബ്ഷെല്ലുകൾ കിട്ടി. ആ 4 സബ്ഷെല്ലെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ കൂടി പഠിച്ചു വെക്കുക. ഇതിനെയാണ് നമ്മൾ എൽ എന്ന് വിളിക്കുക. സോ ദിസ് ഈസ് എൽ വാല്യൂ. എൽ വാല്യൂ തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. ഇനി ഒരു ഷെല്ലിൽ എത്ര എൽ വാല്യൂ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഷെല്ലിൽ 0 to n-1 എൽ വാല്യൂസ് ആണ് ഉണ്ടാവുക കേട്ടോ. ഒരു ഷെല്ലിൽ 0 to n-1 സബ് ഷെല്ലാണ് ഉണ്ടാവുക. ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ഷേപ്പിനെ കുറിച്ച് പറഞ്ഞു തരുന്ന ഈ കോണ്ട നമ്പർ, അസിമുത്തൽ കോണ്ട നമ്പർ ഷേപ്പിനെ കുറിച്ച് പറഞ്ഞു തരും. എന്താണ് ഷേപ്പ് എന്ന് നോക്കിയാൽ എൽ 0 ആണെങ്കിൽ ദാറ്റ് ഈസ് എസ് സബ് ഷെൽ. എസ് സബ് ഷെല്ലിന്റെ ഷേപ്പ് ആണ് സ്ഫെറിക്കൽ ഷേപ്പ്. L 1 ആണെങ്കിൽ പി സബ്ഷെൽ, പി സബ്ഷെല്ലിന്റെ ഷേപ്പ് ആണ് ഡബിൾ ഷേപ്പ്. L 2 ആണെങ്കിൽ ഡി സബ്ഷെൽ, ഡി സബ്ഷെല്ലിന്റെ ഷേപ്പ് ആണ് ഡബിൾ ഷേപ്പ്. L 3 ആണെങ്കിൽ എഫ് സബ്ഷെൽ, എഫ് സബ്ഷെല്ലിന്റെ ഷേപ്പ് ആണ് കോംപ്ലക്സ് ഷേപ്പ്. ഓക്കെ, ഇനി ആ പടങ്ങളും കൂടി നമുക്കൊന്ന് പഠിക്കണം. എന്താ നോക്കിയ കുട്ടികളെ, ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നത് XYZ എന്ന് പറയുന്ന ആക്സിസിലാണ്. അപ്പൊ നമുക്ക് ഈ ഷേപ്പ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ. ആക്ച്വലി ഇലക്ട്രോൺ ഇരിക്കുന്നത് 3 ഡയമെൻഷണൽ സ്ട്രക്ചറിലാണ്. അപ്പൊ 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു എക്സ് ആക്സിസ് ഉണ്ട് അല്ലെ, ഒരു എക്സ് ആക്സിസ് ഉണ്ട്, ഒരു വൈ ആക്സിസ് ഉണ്ട്. ഓക്കെ, ഒരു എക്സ് ആക്സിസ്, ഒരു വൈ ആക്സിസ്, ഇനി ഒരു സെഡ് ആക്സിസ്. ഇത് നമുക്ക് ബോഡി വരയ്ക്കാൻ സാധ്യമല്ല. ഇങ്ങനെ ഒരു 3 ഡയമെൻഷൻ നമുക്ക് ബോഡി വരയ്ക്കാൻ സാധ്യമല്ല അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറിലാണ് നമ്മളുടെ ഇലക്ട്രോൺസ്, ആറ്റംസ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരുടെ ഈ ഷേപ്പ് എങ്ങനെ വരയ്ക്കുന്നു നമുക്ക് നോക്കണ്ടേ? വാ നോക്കാം. നോക്കൂ, എസ് സബ്ഷെൽ ആണെങ്കിൽ എസ് സബ്ഷെൽ ഇരിക്കുന്നത് ഈ 3 ആക്സിസിലൂടെയും നമുക്ക് വരയ്ക്കാം. സോ അതിന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ഷേപ്പ് ആണ്. അതാണ് അതിന്റെ ഷേപ്പ് നമ്മൾ സ്ഫെറിക്കൽ എന്ന് പറഞ്ഞത്. കണ്ടോ, ഇവിടെയാണെങ്കിൽ എസ് സബ്ഷെലിനാണെങ്കിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ കാണാം. സോ എസ് ഓർബിറ്റിൽ ആണെങ്കിൽ ഷേപ്പ് ഈസ് സ്ഫെറിക്കൽ ഷേപ്പ്. അതേസമയം പി ഓർബിറ്റിൽ ആണെങ്കിൽ പി 3 ഓർബിറ്റൽസ് ഉണ്ട്. 3 ടൈപ്പ് പി ഉണ്ട്. ഒന്ന് പി എക്സ്, പി വൈ, പി സെറ്റ്. ഓക്കെ, 3 ടൈപ്പ് പി ഉണ്ട്. പി എക്സ്, പി വൈ, പി സെറ്റ്. എന്താണ് പി എക്സ് എന്ന് വിളിക്കാൻ കാരണം? ബിക്കോസ് പി എക്സ് ആണെങ്കിൽ ഇലക്ട്രോൺ കറങ്ങുന്നത് ആ എക്സ് ആക്സിസിലൂടെ ആയിരിക്കും. പി വൈ ആണെങ്കിൽ ഇലക്ട്രോൺ കറങ്ങുന്നത് വൈ ആക്സിസിലൂടെ ആയിരിക്കും. പി സെഡ് ആണെങ്കിൽ ഇലക്ട്രോൺ കറങ്ങുന്നത് സെഡ് ആക്സിസിലൂടെ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് സംശയം തോന്നാം, ഒരെണ്ണം ഡാർക്ക് ചെയ്ത് ഒരെണ്ണം ലൈറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് അല്ലെ. അതൊന്നുമില്ല, ചാർജ് ആണ്. ഇത് പ്ലസ്, ഇത് മൈനസ് ചാർജ്. ഓക്കെ, അടുത്തത് ഡി ഓർബിറ്റൽസ് ആണെങ്കിൽ ഡി 5 ടൈപ്പ് ഉണ്ട് കേട്ടോ. 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്. ഓക്കെ, എസ് ആകെ ഒരു ടൈപ്പേ ഉള്ളൂ. എസ് ഓർബിറ്റൽ 3 ആക്സിസിലൂടെയും ഒരേപോലെ പോകുന്നു. പി 3 ടൈപ്പ് ഉണ്ട്, കാരണം 3 ഡയറക്ഷനിലും അതിന് തിരിയാൻ പറ്റും. പിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇലക്ട്രോൺ 3 ഡയറക്ഷനിലും തിരിയാൻ പറ്റും. ഡി ആണെങ്കിൽ 5 ടൈപ്പ് ഉണ്ട്. അപ്പൊ എന്താണ് 5 ടൈപ്പ് വരുമ്പോൾ ഇത് കണ്ടോ, ഷേപ്പ് മാറി. ഡബിൾ ഷേപ്പ് എന്നാണ് ഇതിനെ പറയുക. ഡി എക്സ് വൈ, ഡി വൈ സെറ്റ്, ഡി എക്സ് സെറ്റ്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് ഡി സെറ്റ് സ്ക്വയർ. ഇങ്ങനെയാണ് അവരുടെ പടം വരയ്ക്കുക. ഓക്കെ, ക്ലിയർ ആയ ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത്. ഈ ഡി എക്സ് വൈനെ ഒന്ന് നോക്കിയേ. ഡി എക്സ് വൈ ആണെങ്കിൽ ഡബിൾ, അതായത് 2 ഡബിൾ വരയ്ക്കണം. എക്സിന്റെയും വൈന്റെയും, എക്സ് ആക്സിസിന്റെയും വൈ ആക്സിസിന്റെയും ഇടയിലൂടെയാണ് അത് വരയ്ക്കേണ്ടത് കേട്ടോ. അതേപോലെ ഇത് ഡി എക്സ് സെറ്റ്, അപ്പൊ എക്സ് ആക്സിസും സെഡ് ആക്സിസും അവരുടെ ഇടയിലൂടെയാണ് വരയ്ക്കേണ്ടത്. അതുപോലെ ഡി വൈ സെറ്റ്, ഇത് വൈ സെറ്റ് ആണ്, ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യണം. ഡി വൈ സെറ്റ് ആണെങ്കിൽ വൈ ആക്സിസിന്റെയും സെഡ് ആക്സിസിന്റെയും ഇടയിലൂടെയാണ് വരയ്ക്കേണ്ടത്. അതേസമയം ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണെങ്കിൽ അത് ആക്സിസിലൂടെയാണ് പോവുക. എക്സിലൂടെയും വൈയിലൂടെയും പോകുമ്പോഴാണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് വിളിക്കുക. അതേപോലെ സെഡ് ആക്സിസിലൂടെയാണ് പോകുന്നതെങ്കിൽ അപ്പോഴാണ് ഡി സെഡ് സ്ക്വയർ എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഡി ഓർബിറ്റൽസ് 5 എണ്ണം. ശരി,
ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഒരു ഷെല്ലില് എത്ര സബ് ഷെല്ലുകൾ ഉണ്ട് അത് നമ്മൾ പറയാൻ പോവാണ് കേട്ടോ. ഒന്നാമത്തെ ഷെൽ കെ ഷെൽ, ഫസ്റ്റ് ഷെൽ കെ ഷെൽ ആണെങ്കിൽ n = 1. n = 1 ആണെങ്കിൽ ശ്രദ്ധിക്കുക, എല്ലിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു 0 മുതൽ n-1 വരെയാണെന്ന് പറഞ്ഞിട്ടില്ലേ എല്ലിന്റെ വാല്യൂ. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിനെ സംബന്ധിച്ചിടത്തോളം 0 നിന്നാണ് തുടങ്ങുന്നത്, L 0. n-1 എന്ന് പറയുമ്പോൾ ഇവിടെ 1 - 1 ആണ് വരിക. 1 - 1 എന്ന് വെച്ചാൽ 0 അല്ലേ. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിൽ ആകെ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, ഒരു വാല്യൂ ഉള്ളൂ. സോ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണതാണ് 1s. ഈ 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. ഇതാണ് n വാല്യൂ, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. അതേസമയം എസ് എന്ന് എഴുതിയേക്കണാണ് എല്ലിന്റെ വാല്യൂ ഇവിടെ എസ് ആയതുകൊണ്ട് എല്ലിന്റെ വാല്യൂ എത്രയാണ്? 0. മനസ്സിലായോ? അപ്പൊ n1 L0 എന്ന് പറഞ്ഞാൽ ആ ഓർബിറ്റലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1s എന്നാണ്. ക്ലിയർ ആയോ? 1s. ഇനി അടുത്തത് സെക്കൻഡ് ഷെൽ. സെക്കൻഡ് ഷെൽ എന്ന് പറഞ്ഞാൽ L ഷെൽ അല്ലെ. അപ്പൊ 0 നിന്നാണ് തുടങ്ങേണ്ടത്, എല്ലായിടത്തും 0 ഉണ്ട് കണ്ടോ. ഇനി സെക്കൻഡ് ഷെൽ എന്ന് പറയുമ്പോൾ n-1 എന്ന് പറഞ്ഞാൽ 2 - 1. n ഇവിടെ 2 അല്ലേ, അപ്പൊ 2 - 1 വരെ ഇവിടെ വാല്യൂ ഉള്ളൂ. അപ്പൊ 0-ഉം 1-ഉം വരും. മനസ്സിലാവുന്നുണ്ടോ? n-നേക്കാളും 1 കുറവായിരിക്കും എപ്പോഴും L വാല്യൂ. അപ്പൊ 0-ഉം 1-ഉം. ഓക്കെ, ഇവിടെ എത്ര വാല്യൂസ് ഉണ്ട്? 2 വാല്യൂസ് ഉണ്ട്. അപ്പൊ എത്ര സബ് ഷെൽ ഉണ്ട്? രണ്ടാമത്തെ ഷെല്ലിന് 2 സബ് ഷെൽ ഉണ്ട്. അത് രണ്ടാമത്തെ ഷെൽ ആയതുകൊണ്ട് 2 എന്ന് കൊടുക്കണം, കാരണം n വാല്യൂ 2 ആണ്. ഇനി 2s എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ n, ഇത് n2 L0. ഓക്കെ, n2 L0, n2 L0. അതേപോലെ 2p ആണെങ്കിൽ n2 Lp ആയതുകൊണ്ട് Lന്റെ വാല്യൂ 1. നമ്മൾ ഇത് ഓർത്താൽ മതി. 0 1 2 3 SPDF. അപ്പൊ L എന്ന് പറഞ്ഞാൽ ഈ സബ്ഷെല്ലാണ്. സബ്ഷെല്ലിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ L വാല്യൂ 1 ആണ്. ക്ലിയർ ആയോ? അതേപോലെ തേർഡ് സബ്ഷെല്ലില് എത്രയൊക്കെ വാല്യൂസ് വരും? 0 1 2. അപ്പൊ 3 വാല്യൂസ് ഉണ്ട്, 3 സബ്ഷെൽ ഉണ്ട്, 3s 3p 3d. ഓക്കെ, ഫോർത്ത് സബ്ഷെല്ലില് 4 വാല്യൂസ് ഉണ്ട്, 0 1 2 3. കണ്ടോ, ഇതിനേക്കാളും 1 കുറവ് വരെ ഇവിടെ എഴുതാൻ പാടുള്ളൂ. 0 മുതൽ 1 കുറവ് വരെ ഇവിടെ എഴുതാൻ പാടുള്ളൂ. അപ്പൊ 4 സബ്ഷെൽ ഉണ്ട്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന 4s 4p 4d 4f. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത കോണ്ടന്റ് നമ്പർ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് M. എന്താണ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് എക്സ്പ്ലെയിൻ ദ ബിഹേവിയർ ഓഫ് ഇലക്ട്രോൺ ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഇലക്ട്രോൺ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് പറഞ്ഞു തരുന്ന ആളാണ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. മാത്രല്ല ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിഫറെന്റ് ഓറിയന്റേഷൻസ് ഇൻ എ സബ്ഷെൽ. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, എക്സിലോട്ടാണോ വൈയിലോട്ടാണോ സെഡിലോട്ടാണോ ഇലക്ട്രോൺ ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. ഒരു സബ്ഷെല്ലിൽ തന്നെ ഇലക്ട്രോണിന് എക്സ് ഡയറക്ഷനിൽ നിൽക്കാം, വൈ ഡയറക്ഷനിൽ നിൽക്കാം, സെഡ് ഡയറക്ഷനിൽ നിൽക്കാം, രണ്ടിന്റെ ഇടയിൽ നിൽക്കാം. ഓക്കെ, അങ്ങനെയുള്ളതിനെ കുറിച്ച് ഏത് ഡയറക്ഷനിലാണ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് ഓറിയന്റേഷൻ. അപ്പോൾ ഇലക്ട്രോൺ ഒരു സബ്ഷെല്ലിൽ ഏത് ഡയറക്ഷനിലേക്കാണ് നിൽക്കുന്നത് അതിന്റെ ഓറിയന്റേഷൻ പറഞ്ഞു തരുന്ന ആളാണ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. പിന്നെ ഇറ്റ് ആൾസോ ഗീവ്സ് ദ നമ്പർ ഓഫ് ഓർബിറ്റൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞു എസ് എന്ന് പറഞ്ഞാൽ ആകെ എത്ര എണ്ണം ഉള്ളൂ? ആകെ ഒരു ഓർബിറ്റലേ ഉള്ളൂ. പക്ഷെ പി എത്ര ടൈപ്പ് ഉണ്ടായിരുന്നു? 3 ടൈപ്പ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ പിക്ക് 3 ഓർബിറ്റൽ ഉണ്ട്. ഇനി ഡി എത്ര എണ്ണം ഉണ്ടായിരുന്നു? 5 എണ്ണം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഡിക്ക് എത്ര ഓർബിറ്റൽ ഉണ്ട്? 5 ഓർബിറ്റൽ ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നു? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിന്റെ വാല്യൂ നോക്കിയിട്ടാണ് മനസ്സിലാവുന്നത്. നോക്കിയേ, ഒരു ഗിവൺ വാല്യൂ ഓഫ് L ആരായിരുന്നു? അസിമുത്തൽ കോണ്ടന്റ് നമ്പർ അല്ലെ. അസിമുത്തൽ കോണ്ടന്റ് നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ പറയുന്നത്. അപ്പൊ ആ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 മുതൽ -L മുതൽ, ഇത് L ആണ്, -L മുതൽ +L വരെ. എവിടെ വരെയാണ്? -L to +L. നമുക്ക് നോക്കാം, അപ്പൊ മനസ്സിലാവും. L എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സബ്ഷെൽ ആണ്. S സബ്ഷെൽ ആണെങ്കിൽ Lന്റെ വാല്യൂ 0 ആണ്. S സബ്ഷെല്ലിന് Lന്റെ വാല്യൂ 0. അപ്പൊ എമ്മിന്റെ വാല്യൂ 0 ആണ്. കാരണം എന്താ? എമ്മിന്റെ വാല്യൂ -L to +L ആണ്. -0 +0 എന്നൊന്നും പറയില്ല. 0 ഒറ്റ വാല്യൂ ഉള്ളൂ, ഒരു വാല്യൂ ഉള്ളൂ. അത് എസ് ഓർബിറ്റൽ ആണ്. എസ് ഓർബിറ്റൽ നമ്മൾ ഇങ്ങനെ ഒരൊറ്റ പെട്ടിയെ വരയ്ക്കുള്ളൂ. കാരണം എന്താ? അത് എല്ലാ ഡയറക്ഷനിലും ഒരേപോലെയാണ് കറങ്ങുന്നത്. നമ്മൾ ഈ പടം കണ്ടില്ലേ, കണ്ടോ? X ആക്സിലും Y ആക്സിലും ഒരേപോലെയാണ് കറങ്ങുന്നത്. അപ്പൊ ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഓർബിറ്റലേ ഉള്ളൂ. അതേസമയം നോക്കൂ, ഇനി പി സബ്ഷെൽ ആണെങ്കിൽ L വാല്യൂ 1 ആണ്.
അപ്പൊ നമ്മൾ എമ്മിന്റെ വാല്യൂ -1 0 +1 അവിടെ 3 വാല്യൂസ് ഉണ്ട് അല്ലേ -1 കാരണം -L മുതൽ +L വരെ -1 തുടങ്ങുന്നു -1ന്റെ ഇടയിലുള്ള ആള് -1 കഴിഞ്ഞിട്ടുള്ള ആളാണ് 0 അത് കഴിഞ്ഞിട്ട് +1 -1 മുതൽ +1 വരെ 3 വാല്യൂസ് ഉണ്ട് അതായത് p എന്ന് പറഞ്ഞാൽ നമ്മൾ 3 സബ് ഷെല്ലുകൾ 3 ഓർബിറ്റൽസ് ഉണ്ട് p എന്ന് പറഞ്ഞാൽ 3 ഓർബിറ്റൽസ് ഉണ്ട് അതിലെ ആദ്യത്തെ ആളെ നമുക്ക് px എന്ന് വിളിക്കാം പിന്നത്തെ ആളെ py എന്ന് വിളിക്കാം പിന്നത്തെ ആളെ pz എന്ന് വിളിക്കാം ഇതാണ് നമ്മൾ ഈ ഡയഗ്രത്തിൽ 3 ഓർബിറ്റൽസ് കണ്ടത് കണ്ടോ p ഓർബിറ്റൽ ആണെങ്കിൽ മൊത്തം അത് 3 ഓർബിറ്റൽസ് ഉണ്ട് അതായത് ഇലക്ട്രോണിന് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഇലക്ട്രോൺ 3 ഡയറക്ഷനിലാണ് ഓറിയന്റേഷൻ ഉള്ളത് ഒന്ന് x ഡയറക്ഷൻ പിന്നെ അടുത്തത് py ഡയറക്ഷൻ അടുത്തത് pz ഡയറക്ഷൻ ക്ലിയർ ആയോ അങ്ങനെയാണെങ്കിൽ L2 ആവുമ്പോഴാണ് നമ്മൾ d എന്ന് പറയുക അപ്പൊ -2 മുതൽ +2 വരെ എത്ര വാല്യൂസ് ഉണ്ട് 1 2 3 4 5 വാല്യൂസ് ഉണ്ട് അപ്പൊ എത്ര ഓർബിറ്റൽസ് ഉണ്ട് 5 ഓർബിറ്റൽസ് ഉണ്ട് 1 2 3 4 5 1 2 3 4 5 ഓർബിറ്റൽസ് ഉണ്ട് ആ 5 ഓർബിറ്റൽസിന്റെ പേരാണ് നമ്മൾ നേരത്തെ കണ്ടത് dxy dyz dxz dx² - y² dz². ഇലക്ട്രോൺ ഏത് ഡയറക്ഷനിലാണ് തിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി ഓർബിറ്റൽസിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ആണ് നമുക്ക് ഇലക്ട്രോൺ ഏത് ഡയറക്ഷനിലാണ് ഓറിയന്റേഷൻ ഓഫ് ഇലക്ട്രോൺ പറഞ്ഞു തരുന്നത് അതുവഴി നമുക്ക് എത്ര ഓർബിറ്റൽസ് ഉണ്ട് എന്നുള്ളതും ഒരു സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട് എത്ര നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ക്ലിയർ ആയോ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ക്ലിയർ ആയോ ലാസ്റ്റ് കോണ്ടന്റ് നമ്പർ ആണ് സ്പിൻ കോണ്ടന്റ് നമ്പർ എന്താണ് സ്പിൻ കോണ്ടന്റ് നമ്പർ എന്ന് വെച്ചാൽ നോക്കാം സ്പിൻ കോണ്ടന്റ് നമ്പർ എന്ന് വെച്ചാൽ എളുപ്പത്തിൽ പറഞ്ഞുതരാം അപ്പൊ ഹൈഡ്രജൻ എത്ര ഇലക്ട്രോൺ ഉണ്ട് ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ് അല്ലെ അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും 1s1 അല്ലെ ഇത് നമ്മൾ ഇനി ഓർബിറ്റലിൽ വരയ്ക്കാൻ പോവാണ് എസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർബിറ്റൽ ഒരു ബോക്സ് ആണ് വരയ്ക്കേണ്ടത് അപ്പൊ 1s എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബോക്സ് വരയ്ക്കും ഇതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് ഒരു ഇലക്ട്രോൺ നമ്മൾ ഇങ്ങനെ ആരോ ഇട്ടാണ് കാണിക്കുക കണ്ടോ ഇപ്പൊ ഇലക്ട്രോണിന്റെ ടീച്ചർ മുകളിലോട്ട് ഒരു ആരോ ഇട്ടു അല്ലെ അതായത് ഇലക്ട്രോണിന്റെ ഇതിന്റെ സ്പിൻ എന്നാണ് പറയുക കേട്ടോ ആ ആരോ വരച്ചേക്കുന്ന പറയുന്നതാണ് സ്പിൻ ഇലക്ട്രോണിന്റെ സ്പിൻ ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുമ്പോൾ നമ്മൾ പറയും ഇലക്ട്രോൺ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓർബിറ്റിൽ തന്നെ ഇങ്ങനെ നിന്ന് ചാടുകയാണ് ഇലക്ട്രോൺ മനസ്സിലായോ ഇലക്ട്രോൺ അനങ്ങാണ്ടിരിക്കില്ല ഓക്കെ ഇലക്ട്രോൺ ഭയങ്കര കുസൃതിയാണ് അപ്പൊ ആ ഓർബിറ്റലിൽ തന്നെ നിന്ന് അത് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചാടുമ്പോൾ അതിന്റെ ഹെഡ് ഇങ്ങനെ മേലോട്ടാണെങ്കിൽ നമ്മൾ പറയും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇപ്പൊ അത് നിൽക്കുന്നത് ആ ആരോ നിൽക്കുന്നത് അല്ലെ അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുമ്പോൾ നമ്മൾ പറയും എസിന്റെ വാല്യൂ +½ ആണ് സ്പിന്നിന്റെ വാല്യൂ +½ ആണ് ക്ലിയർ ആയോ ക്ലിയർ അല്ലേ ഓക്കെ ഒരെണ്ണം കൂടി കാണിച്ചു തരാം ഇനി അടുത്തത് ഹീലിയം ആണെന്ന് വിചാരിക്കുക ഹീലിയത്തിൽ 2 ഇലക്ട്രോൺ ആണ് ഉള്ളത് അപ്പൊ കോൺഫിഗറേഷൻ 1s2 അപ്പൊ നമ്മൾ ഒരു ഓർബിറ്റൽ വരച്ചു ഇത് 1s എന്ന് പറയുന്ന ഓർബിറ്റലാണ് ഈ ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് 2 എണ്ണം അതിനെ നമ്മൾ കാണിക്കുക ഒരു ഇലക്ട്രോൺ ഇങ്ങനെ കാണിച്ചു ഇനി അടുത്ത ഇലക്ട്രോണിക് മേലേക്ക് നിൽക്കാൻ പറ്റില്ല ഒരു ഇലക്ട്രോൺ ഇങ്ങനെ മേലോട്ടാണ് തുള്ളുന്നെങ്കിൽ അടുത്ത ഇലക്ട്രോൺ താഴോട്ടായിരിക്കും വരയ്ക്കേണ്ടത് ഓക്കെ അപ്പൊ ഈ ഇലക്ട്രോൺ മുകളിലോട്ടുള്ള ഇലക്ട്രോണിന്റെ സ്പിന്നിന്റെ വാല്യൂ +½ ആണ് മുകളിലോട്ട് നിൽക്കുന്ന ആൾക്കാരുടെ വാല്യൂ +½ ആണ് താഴോട്ട് നിൽക്കുന്ന ആ ഇലക്ട്രോൺ സ്പിന്നിന്റെ വാല്യൂ -½ ആണ് ഓക്കെ അപ്പൊ ഇങ്ങനെ നിന്നാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങനെ നിന്നാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ സ്പിന്നിന്റെ വാല്യൂ +½ എന്ന് പറയും താഴോട്ടാണെങ്കിൽ സ്പിന്നിന്റെ വാല്യൂ -½ എന്ന് പറയും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ക്ലിയർ ആയോ 4 കോണ്ടന്റ് നമ്പേഴ്സ് ആണ് നമ്മൾ പഠിച്ചത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കോണ്ടന്റ് നമ്പേഴ്സ് നിങ്ങൾക്ക് ഇത് ചെയ്യാനും അതേപോലെ അതിന്റെ തിയറി പാർട്ടും നന്നായിട്ട് അറിഞ്ഞിരിക്കണം അപ്പൊ ഈ ഒരു പോർഷൻ വളരെ നന്നായി തന്നെ പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ബാക്ക് അടിച്ച് കേട്ടോ വീഡിയോ ബാക്ക് അടിച്ച് കാണുക ആ ഡയഗ്രാംസ് നോക്കുക ടീച്ചർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഇനി അടുത്തത് ഇലക്ട്രോണിനെ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ചില റൂൾസ് ഫോളോ ചെയ്യണം ഈ ഓർബിറ്റലിൽ ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ അവിടെ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം ആ റൂൾസിനെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത് അപ്പൊ ആ റൂൾസ് ആണ് പറയുന്നത് ഒന്നാമത്തെ റൂള് n+l റൂൾ n+l റൂൾ എന്താണ് n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ l എന്ന് പറഞ്ഞാൽ എന്താ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ
എന്നിന്റെയും എല്ലിന്റെയും വാല്യൂ കൂട്ടുന്നത് അതിനെയാണ് n പ്ലസ് എൽ എന്ന് പറയുന്നത് അല്ലെ. ആ ഓർഡർ നോക്കിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇലക്ട്രോണെ ഫില്ല് ചെയ്യുന്നത്. ഇലക്ട്രോണെ ഫില്ല് ചെയ്യുന്നത് ഒരു ഓർബിറ്റലിൽ ഇലക്ട്രോണെ ഫില്ല് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കോൺഫിഗറേഷൻ എഴുതാൻ അല്ലെ. അപ്പൊ 1s 2s 2p 3s 3p 3p കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആരെ എഴുതാം? 3p കഴിഞ്ഞിട്ട് 3d ഉണ്ട്, പക്ഷെ 3d അല്ല എഴുതാ, 4s ആണ് എഴുതാ. അതെന്താ അങ്ങനെ? കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 10ല് എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് ഈ ഓർബിറ്റൽസിനെ ഫില്ല് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആക്ച്വലി ആദ്യം നമ്മൾ ഇലക്ട്രോണെ കൊടുക്കുന്ന 1sലാണെന്ന് വെച്ചാൽ 1sനാണ് എനർജി കുറവ്. അത് കഴിഞ്ഞ് നമ്മൾ 2sലേക്ക് പോകും. അപ്പൊ 2sന് 1sനേക്കാളും എനർജി ഉണ്ട്. അത് കഴിഞ്ഞ് 2pയിലേക്ക് പോകും. അപ്പൊ 2pക്ക് അതിനേക്കാളും എനർജി ഉണ്ട്. പിന്നെ 3s 3p കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് 4sലോട്ടാണ്. പക്ഷെ ആക്ച്വലി തേർഡ് ഷെല്ലില് 3 സബ്ഷെൽ ഉണ്ട്, 3s 3p 3d ഉണ്ട്. എന്താ നമ്മൾ 3d കൊടുക്കാത്തത്? ഇവിടെ നോക്കുക, അവിടെയാണ് n പ്ലസ് എല്ലിന്റെ പ്രാധാന്യം കേട്ടോ. നമ്മള് 4sഉം 3dയും നോക്കാം. ഈ 4sൽ n-ന്റെ വാല്യൂ 4, l-ന്റെ വാല്യൂ 0. അപ്പൊ n പ്ലസ് എല്ലിന്റെ വാല്യൂ എത്ര കുട്ടികളെ? 4 അല്ലെ? മനസ്സിലായോ? 4sല് 4 ആണ് n, l s ആയതുകൊണ്ട് l-ന്റെ വാല്യൂ 0. സോ n പ്ലസ് l 4 കിട്ടി. അതേപോലെ ഇതിലൊന്ന് പറഞ്ഞേ, n-ന്റെ വാല്യൂ 3dയിൽ n-ന്റെ വാല്യൂ ഈ നമ്പർ ആണ് n, സോ ഇത് 3 ആണ്. l-ന്റെ വാല്യൂ d എന്ന് പറഞ്ഞാൽ എന്താ? d എന്ന് പറഞ്ഞാൽ l-ന്റെ വാല്യൂ എന്താ? അതിങ്ങനെ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല, അപ്പൊ തന്നെ ഇതോ എഴുതാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇത് എഴുതാം. 0 1 2 3 ഓക്കെ. 0 1 2 3 0 എന്ന് വെച്ചാൽ s, 1 എന്ന് വെച്ചാൽ p, 2 എന്ന് വെച്ചാൽ d, 3 എന്ന് വെച്ചാൽ f. കണ്ട അത് എഴുതി നോക്കി, ഒരു കൺഫ്യൂഷനും ഇല്ല. d ആണ് ഇവിടെ തന്നേക്കണമെങ്കിൽ l വാല്യൂ എത്രയാണ്? 2. ഓക്കെ, വെരി ഗുഡ്. 2 n പ്ലസ് l നോക്കിയേ, അപ്പൊ എത്ര കിട്ടിയത്? 5 ആണ് കിട്ടിയത് അല്ലെ. നമ്മുടെ n പ്ലസ് റൂള് പറയാണ് orbitals are filled in the increasing order of n plus l. അതായത് n പ്ലസ് l ആർക്കാണോ n പ്ലസ് l കൂടുതൽ അയാൾക്ക് ഹയസ്റ്റ് എനർജി ആണ്. അപ്പൊ കുറവ് എനർജി ഉള്ള ആളെ നമ്മൾ ആദ്യം ഫില്ല് ചെയ്യുള്ളൂ. ഇവിടെ n പ്ലസ് l കിട്ടിയപ്പോൾ ഇവിടെ 5 കിട്ടി, മീൻസ് 3dക്ക് ഹൈ എനർജി ആണ്. ഓക്കെ, അതേസമയം 4sന് 4 കിട്ടിയിട്ടുള്ളൂ, അപ്പൊ ഇതിന് ലോ എനർജി ആണ്. ഇത് ലോ എനർജി, അതേസമയം 3dക്ക് 4sന് ലോ എനർജി, 3dക്ക് ഹൈ എനർജി. അത് എവിടെ നിന്ന് ടീച്ചർക്ക് കിട്ടിയത്? എങ്ങനെ കിട്ടിയത്? n പ്ലസ് l കണ്ടുപിടിച്ചു. n പ്ലസ് l കണ്ടുപിടിക്കുമ്പോൾ കൂടുതൽ വാല്യൂ ഉള്ള ആൾക്ക് ഹൈ എനർജി ആണ്, കുറവ് വാല്യൂ ഉള്ള ആൾക്ക് ലോ എനർജി ആണ്. മനസ്സിലായോ? കുറവ് എനർജി ഉള്ള ആൾക്ക് ആദ്യം ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 3p കഴിഞ്ഞിട്ട് എവിടേക്കേ വരുള്ളൂ? 4s വരുള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ n പ്ലസ് l ഇവിടെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് നോക്കുക. 1sനാണ് n പ്ലസ് l കുറവ് നോക്കുക, 2sനാണോ കുറവ് നോക്കുക, അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലാവും അത് കറക്റ്റ് ആയ ഒരു ഓർഡറിലാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ n പ്ലസ് l വാല്യൂ കുറവുള്ള ആൾക്ക് ആദ്യം ഇലക്ട്രോൺ കൊടുക്കും. ക്ലിയർ അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് 4s ആദ്യം ഫിൽ ചെയ്ത് 3d രണ്ടാമത് ഫിൽ ചെയ്തെന്നുള്ളത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഈ n പ്ലസ് l ഒക്കെ നോക്കി നമ്മള്. അപ്പൊ n പ്ലസ് l നോക്കിയപ്പോ രണ്ട് സെയിം ആയിട്ട് വന്നു വിചാരിക്കേ. ഇവിടെ നോക്കിയേ, 3dയും 4pയും ചെയ്ത് നോക്കിയപ്പോ n പ്ലസ് l 5 തന്നെയാ വന്നത്. അയ്യോ, അപ്പൊ എന്ത് ചെയ്യും? രണ്ട് n പ്ലസ് l ചെയ്തപ്പോൾ സെയിം വാല്യൂ വന്ന് നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ വിട്ടുകളയൊന്നുമില്ല. n പ്ലസ് l ചെയ്യുമ്പോൾ സെയിം വാല്യൂ വന്നാൽ ലോവർ n വാല്യൂ ഉള്ള ആൾക്കാണ് കുറവ് എനർജി കേട്ടാ. നോക്കിയേ, if two orbitals have same value of n plus l, same value n plus l കിട്ടിയാൽ one with lower n value കുറവുള്ള ആളാണ് ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ നോക്കിയാൽ 3dയും 4pയും നോക്കുമ്പോ ഇതിൽ n വാല്യൂ കുറവ് ആർക്കാണ്? 3dക്കാണ്. അപ്പൊ 3dയിലാണ് ആദ്യം ഇലക്ട്രോൺ കൊടുക്കേണ്ടത്. മനസ്സിലായോ? n വാല്യൂ കുറവുള്ള ആൾക്ക് ആദ്യം ഇലക്ട്രോൺ കൊടുക്കുക, അയാൾക്കാണ് ലോവസ്റ്റ് എനർജി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തതാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ. ഓഫ് ബോ പ്രിൻസിപ്പിൾ നോക്കാം. ഓഫ് ബോ പ്രിൻസിപ്പിൾ പറയുന്നതാണ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ദ ആറ്റം ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി. ഒന്നുമില്ല, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ ഇലക്ട്രോണിനെ കൊടുക്കുന്നത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി. ആദ്യം ഏത് ഓർബിറ്റലിലാണോ കുറവ് എനർജി അവിടെ ആയിരിക്കും ഇലക്ട്രോൺ ആദ്യം കൊടുക്കുക. അതാ പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റില് ഇലക്ട്രോണിനെ കൊടുക്കുന്നത് ആദ്യം എനർജി കുറവുള്ള ഓർബിറ്റലിലാണ്. പിന്നെ എനർജി കൂടുന്നതിനനുസരിച്ച് നമ്മൾ അത് ഫിൽ ചെയ്ത് വരും. ഇതാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ. ക്ലിയർ?
അടുത്തത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് നോ ടു ഇലക്ട്രോൺ ഇൻ ദ സെയിം ആറ്റം ക്യാൻ ഹാവ് സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. അതൊന്ന് നോക്കാം കേട്ടാ. ഫോർ ദ 2 ഇലക്ട്രോൺസ് ഇൻ ദ ഫസ്റ്റ് ഷെൽ ഒന്ന് നോക്കാം. നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഹീലിയം 2, ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 1s2. അപ്പൊ നമ്മൾ ഇത് വരയ്ക്കുകയാണെങ്കിൽ s ആയതുകൊണ്ട് ഒരു ഓർബിറ്റിൽ മതി. അപ്പൊ 1s, 2 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, 1sൽ 2 ഇലക്ട്രോൺ. നോക്കിയേ, ഈ ഓരോ ഇലക്ട്രോണിന്റെയും ഈ ആരോനെ നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം, ഫുൾ ആരോ ഇട്ടാലും പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെ ഹാഫ് ആരോ വരച്ചാലും ഫുൾ ആരോ ഇട്ടാലും പ്രശ്നമില്ല. ഈ ആദ്യത്തെ ഇലക്ട്രോൺ പേര് കൊടുക്കാം E1, E2, E1, E2 ഒന്നാമത്തെ ഇലക്ട്രോൺ, രണ്ടാമത്തെ ഇലക്ട്രോൺ. E1ന്റെ n വാല്യൂ, E1 എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ n ഏത് ഷെല്ലിലായിരിക്കുന്നത്? ഒന്നാമത്തെ ഷെല്ലിലാണ് ഇരിക്കുന്നത്. അപ്പൊ n = 1. L ഏത് സബ് ഷെല്ലിലായിരിക്കുന്നത്? S. അപ്പൊ L ന്റെ വാല്യൂ 0, M ന്റെ വാല്യൂ 0. L 0 ആണെങ്കിൽ M 0 ആയിരിക്കും, നമ്മൾ കണ്ടതാണ്. ഇനി S സ്പിന്നിന്റെ വാല്യൂ. ഇതിന്റെ സ്പിൻ എന്താ? മുകളിലോട്ടല്ല നിൽക്കുന്നേ. സ്പിന്ന് മുകളിലോട്ട് നിൽക്കുമ്പോ എന്താണ് അതിന്റെ വാല്യൂ? +½ അല്ലേ? ഓക്കെ, ഇനി E2ന്റെ കുറിച്ച് പറയാം. E2ന്റെ എല്ലാ അഡ്രസ്സും പറയാം. E2ന്റെ n വാല്യൂ എത്രയാണ്? ഫസ്റ്റ് ഷെല്ലിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ 1. L വാല്യൂ ഫസ്റ്റ് സബ് ഷെല്ലിൽ തന്നെയാണ്, അപ്പൊ 0. M വാല്യൂ L 0 ആയതുകൊണ്ട് M 0. സ്പിൻ ഇത് താഴോട്ടാണ് നിൽക്കുന്നത് അല്ലേ? അപ്പൊ സ്പിൻ -½ ഓക്കെ, സ്പിൻ -½ ക്ലിയർ ആയോ? ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണേ വരയ്ക്കാൻ പാടുള്ളൂ. ഒരു ബോക്സിനകത്ത് 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. ആ 2 ഇലക്ട്രോൺ ഒരിക്കലും 4 ക്വാണ്ടം നമ്പേഴ്സ് ഒരേപോലെ വരില്ല. ഓക്കെ, no 2 electron in same atom can have same set of 4 quantum numbers. മനസ്സിലായോ? ഒരു ആറ്റത്തിലെ 2 ഇലക്ട്രോൺ, ഒരു ഓർബിറ്റലിലുള്ള 2 ഇലക്ട്രോൺ ഒരിക്കലും 4 ക്വാണ്ടം നമ്പേഴ്സ് ഒരേപോലെ വരില്ല. 3 എണ്ണം വരെ ഒരേപോലെ വന്നിട്ടുണ്ട്. പക്ഷെ ആര് ഡെഫിനറ്റ് ആയിട്ട് മാറും? സ്പിൻ ഡെഫിനറ്റ് ആയിട്ടും മാറും. അതാണ് ആര് പറയുന്നത്? പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ള റൂളാണ് ഹൺസ് റൂൾ. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ആണ് ഹൺസ് റൂൾ, ശ്രദ്ധിക്കുക. ഹൺസ് റൂൾ പറയുന്നത് ഇലക്ട്രോൺ പെയറിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം, ഒരു എക്സാമ്പിൾ ഇട്ടിട്ട് നോക്കാം കേട്ടോ. നോക്കേ, ടീച്ചർ തരുന്ന എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് കാർബൺ. കാർബണിന്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് അറിയാം, കാർബൺ 6 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാം. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 1s2, 2s2, 2p2. ഓക്കെ, ഇതിൽ നമുക്ക് ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യണം. ഓർബിറ്റൽസിൽ ഇലക്ട്രോണിനെ ഫിൽ ചെയ്യണം. 1s ആണെങ്കിൽ നമുക്കറിയാം 1sന് ഒരു ഓർബിറ്റിൽ വരയ്ക്കും, 2sന് ഒരു ഓർബിറ്റിൽ വരയ്ക്കും, 2pക്കോ 2p ആകുമ്പോൾ 3 ഓർബിറ്റൽസ് വരയ്ക്കും അല്ലെ? 3 ഓർബിറ്റൽസ് വരച്ചു. ഓക്കെ, ഇനി 1sൽ എത്ര ഇലക്ട്രോണിനെ ഫിൽ ചെയ്യണം? 2 ഇലക്ട്രോണിനെ ഫിൽ ചെയ്യണം. 2sൽ എത്ര ഇലക്ട്രോണിനെ ഫിൽ ചെയ്യണം? 2 ഇലക്ട്രോണിനെ ഫിൽ ചെയ്യണം. 2pയിൽ എത്ര ഇലക്ട്രോണിനെ ഫിൽ ചെയ്യണം? 2 എണ്ണം തന്നെയാണ് ഫിൽ ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ 2pയിൽ 2 എണ്ണം നമ്മൾ ഇങ്ങനെയാണോ ഫിൽ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ ഫിൽ ചെയ്യേണ്ടത്? ഇങ്ങനെയല്ല ഫിൽ ചെയ്യേണ്ടത്. ഇങ്ങനെ ഫിൽ ചെയ്യാൻ പാടില്ല. അതാണ് നമ്മുടെ ഹൺസ് റൂൾ പറയുന്നത്. ഹൺസ് റൂൾ പറയാണ് ഈ ഓർബിറ്റൽ പി എന്ന് പറയുന്ന ഈ ഓർബിറ്റലിൽ ഈ 3 p ഓർബിറ്റൽസിനും സെയിം എനർജിയാണ്. ഓക്കെ, 3 p ഓർബിറ്റൽസിനും സെയിം എനർജിയാണ്. അങ്ങനെ സെയിം എനർജി ഉള്ള ഓർബിറ്റൽസ് ആകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പെയർ ചെയ്യാൻ പാടില്ല. ഓരോ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ കിട്ടിയതിനു ശേഷം മാത്രമേ പെയർ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? അതായത് ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്. ഈ 3 ഓർബിറ്റലുള്ള സ്ഥിതിക്ക് 3നും സെയിം എനർജിയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഒരു ഇലക്ട്രോണിനെ ഇവിടെ കൊടുക്കാം, അടുത്ത ഇലക്ട്രോണിനെ നമ്മൾ ഇവിടെയാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇലക്ട്രോൺ വരയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്താണ്? ഇലക്ട്രോൺ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് ഹാഫ് എപ്പോഴും +½ ആയിരിക്കണം. മുകളിലോട്ടാണ് ആരോ വരയ്ക്കേണ്ടത്. അപ്പൊ ഓരോ ഓർബിറ്റലിലും നമ്മൾ ഓരോ ഇലക്ട്രോൺ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടെ പെയർ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ആദ്യം തന്നെ പെയർ ചെയ്യില്ല, ഈ ഓരോന്നിലും ഓരോന്ന് കിട്ടിയിട്ട് പെയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ 2p2 എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടേ എന്നാര് പറഞ്ഞു? ഹൺസ് റൂൾ പറഞ്ഞു. മനസ്സിലായോ? ഒന്നുകൂടി നോക്കിയേ ഹൺസ് റൂളിലേക്ക്. The rule states that electron pairing in orbital of same subshell will not take place until each available orbital of that subshell is singly occupied. ഈ റൂള് പറയുന്നത് സെയിം സബ്ഷെല്ലിലുള്ള ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ പെയറിംഗ് ഒരിക്കലും നടക്കില്ല. എപ്പോ വരെ?
എല്ലാത്തിലും ഓരോന്ന് കിട്ടിയതിന് ശേഷം മാത്രമേ പെയറിംഗ് നടക്കുള്ളൂ. അല്ലാതെ ആദ്യം തന്നെ പോയിട്ട് പെയറിംഗ് നടക്കില്ല. മനസ്സിലായോ? ആദ്യം തന്നെ പെയറിംഗ് നടക്കില്ല. എല്ലാത്തിലും ഓരോ ഇലക്ട്രോൺ കിട്ടിയിട്ടേ പെയറിംഗ് നടക്കും. അതാണ് ഹൺസ് റൂൾ പറയുന്നത്. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ കൂടി നോക്കാം നമുക്ക്. നൈട്രജൻ 7. അപ്പോൾ 1s2 2s2 2p3. ഓക്കെ, ഇവിടെ നമ്മൾ എങ്ങനെ വരയ്ക്കും? 1s ആകുമ്പോൾ 2 ഇലക്ട്രോൺ 1sല്, 2s 2 ഇലക്ട്രോൺ 1s 2s. അടുത്തത് 2pക്ക് 3 ഓർബിറ്റൽ വരയ്ക്കണം. 3 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ 3 ഇലക്ട്രോൺ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? 3 ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ വീതം കൊടുക്കണം. മനസ്സിലായോ? താഴോട്ടൊന്നും വരയ്ക്കരുത് കേട്ടോ. ആദ്യം വരയ്ക്കുന്ന ഇലക്ട്രോൺ എപ്പോഴും മുകളിലോട്ടാണ് സ്പിൻ നിൽക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഒരെണ്ണം കൂടി നോക്കാം. ഓക്സിജൻ 8. ഓക്സിജന്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p4. അപ്പൊ 1sല് 2 എണ്ണം, 2sല് 2 എണ്ണം, 2p എന്ന് പറയുമ്പോൾ 3 ഓർബിറ്റലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 3 എണ്ണം വരെ ഇതാ ഇങ്ങനെ കൊടുക്കും. 4ാമത്തത് പെയർ ചെയ്യും. അപ്പൊ 4ാമത്തത് പെയർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, ആദ്യത്തെ ഓർബിറ്റലിലാണ് പെയർ ചെയ്യേണ്ടത് കേട്ടോ. ഫസ്റ്റ് ഓർബിറ്റലിലാണ് ആദ്യം പെയറിംഗ് നടക്കുക. അതിനുശേഷം മാത്രമേ 2ാമത്തിൽ നടക്കൂ. ഏറ്റവും ലാസ്റ്റ് ആണ് 3ാമത്തിൽ നടക്കുക. ക്ലിയർ ആയോ? ആദ്യത്തെ ഓർബിറ്റലിൽ ആദ്യം ഇലക്ട്രോണിനെ പെയർ ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. റീസൺ ഫോർ എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. നിങ്ങളിത് 10ൽ പഠിച്ചിട്ടുള്ളതാണ്. ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ എന്താണ്? ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ, ക്രോമിയത്തിന്റെ ആറ്റോമിക് നമ്പർ 24 ആണ്. അപ്പോൾ കോൺഫിഗറേഷൻ നോക്കിയേ. 1s2 2s2 2p6 3s2 3p6 4s1 3d5. ശരിക്കും വരാണെങ്കിൽ 4sൽ 2 ഇലക്ട്രോൺ കൊള്ളും അല്ലെ? ആദ്യം 4sൽ 2 ഇലക്ട്രോൺ കൊള്ളുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഫില്ല് ചെയ്യാത്തത്? 4sൽ നിന്ന് 1 ഇലക്ട്രോൺ ഇപ്പൊ നമ്മൾ 3dയിലേക്ക് കൊടുത്തു അല്ലെ? 4sൽ നിന്ന് 1 ഇലക്ട്രോൺ 3dയിലേക്ക് കൊടുത്തു. കാരണം ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ മോർ സ്റ്റേബിൾ ആണ്. അതേപോലെ തന്നെയാണ് കോപ്പറിന്റെ കേസിലും 1s2 2s2 2p6 3s2 3p6 3d10. ശരിക്കും നോക്കുകയാണെങ്കിൽ 3d9 4s2 എന്നായിരുന്നു എഴുതണ്ടേ. പക്ഷെ ഇങ്ങനെ എഴുതില്ല, ഇങ്ങനെയാണ് എഴുതുക. കാരണം ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ മോർ സ്റ്റേബിൾ ആണ്. മനസ്സിലായോ? അപ്പൊ ക്രോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കോൺഫിഗറേഷൻ വ്യത്യാസമുണ്ട്. ഡിയിൽ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ വരുമെങ്കിൽ അത് സ്റ്റേബിൾ ആണ്. അതേപോലെ ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ വരുമെങ്കിൽ അതും സ്റ്റേബിൾ ആണ്. സോ അങ്ങനെയുള്ള ചാൻസ് ഉള്ള 2 ആൾക്കാരാണ് ക്രോമിയം ആൻഡ് കോപ്പർ. അപ്പൊ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പറ്റിയിട്ട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ തിയറി പാർട്ടുകളൊക്കെ ഏകദേശം എല്ലാം ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ടീച്ചർ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് പ്രോബ്ലംസ് ആണ്. നമുക്ക് 1-2 പ്രോബ്ലംസും കൂടി പറഞ്ഞതിന് ശേഷം ചാപ്റ്റർ അവസാനിപ്പിക്കാം കേട്ടോ. പ്രോബ്ലം ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആൻഡ് മൂവിംഗ് ഇലക്ട്രോൺ ഹാസ് എ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. തന്നിരിക്കുന്ന കാര്യം ആദ്യം വേവ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് 7 × 10⁻⁻7 മീറ്റർ. കാൽക്കുലേറ്റ് ഇറ്റ്സ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആൻസർ ഇവിടെ ഓൾറെഡി സോൾവ്ഡ് ആണ്. എന്നാലും ടീച്ചർ ഒന്നുകൂടി ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് ഒന്നുകൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ഇലക്ട്രോൺ അതിന്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ വേവ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ് കുട്ടികളെ? വേവ് ലെങ്ത് എന്താണ്? ലാംഡ അല്ലെ? അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു 7 × 10⁻⁻7 മീറ്റർ. കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കൈനറ്റിക് എനർജി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? ഹാഫ് mv² ആണ് ഇക്വേഷൻ. പക്ഷേ ഇവിടെ നോക്കൂ, നമുക്ക് ഇവിടെ മാസ്, ഇലക്ട്രോണിന്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. ഇലക്ട്രോണിന്റെ മാസ് ഫിക്സഡ് മാസ് ആണ്. തന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അത് അറിയണം. ഇലക്ട്രോണിന്റെ മാസ് കോൺസ്റ്റന്റ് ആണ് 9.1 × 10⁻31 അല്ലെ? അത് നമുക്ക് കാണാതെ അറിയാം. പക്ഷെ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ വെലോസിറ്റി വേണം അല്ലെ? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ വെലോസിറ്റി വേണം. പക്ഷെ നമുക്ക് വെലോസിറ്റി തന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ വെച്ച് നിൽക്കോ പ്രോബ്ലം? ഒരിക്കലും ഇല്ല. വെലോസിറ്റി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത ഇക്വേഷനിലേക്ക് പോയി വെലോസിറ്റി കണ്ടുപിടിക്കണം. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ആൾ ആരാണ്? ലാംഡയാണ് അല്ലെ? ലാംഡ ഈസ് ഈക്വൽ ടു h/mv എന്നൊരു ഇക്വേഷൻ, ഡി ബ്രോഗ്ലി ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാംഡ ഈസ് ഈക്വൽ ടു h/mv അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് ലാംഡ അറിയാം, h അറിയാം, m അറിയാം.
ശരിയല്ലേ? ലാംഡ ഓൾറെഡി ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. എച്ച് കോൺസ്റ്റന്റ് ആണ്, അത് നമുക്കറിയാം. എം നമുക്കറിയാം, ഇലക്ട്രോണിന്റെ മാസ് നമുക്കറിയാം. വി മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ദാ വീനെ ഇങ്ങോട്ട് എടുക്കുന്നു, ലാംഡയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ വി ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം ഇൻറ്റു ലാംഡ. വി ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം ലാംഡ. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ചിന്റെ വാല്യൂ എത്രയാണ്? 6.626 ഇൻറ്റു 10⁻⁻34. എം എത്രയാണ്? മാസ് എത്രയാണ് കുട്ടികളെ? മാസ്, ഇലക്ട്രോണിന്റെ മാസ് 9.1 ഇൻറ്റു ഇലക്ട്രോണിന്റെ മാസ് 9.1 ഇൻറ്റു 10⁻⁻31 ഇൻറ്റു ലാംഡ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 7 ഇൻറ്റു 10⁻⁻7. ഓക്കെ, കാൽക്കുലേറ്ററിൽ നിങ്ങൾ ഇതേപോലെ തന്നെ അടിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ലാംഡയ്ക്ക് ഒരു ഉത്തരം കിട്ടും, സോറി വിക്ക് ഒരു ഉത്തരം കിട്ടും. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ഇതേപോലെ തന്നെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ കേട്ടോ. കാൽക്കുലേറ്ററിൽ ഇതേപോലെ അടിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ വി എന്നുള്ളതിന്റെ ആൻസർ ഇതാ ഇത് കിട്ടും. ഓക്കെ, വി കിട്ടി. വി കിട്ടി കഴിഞ്ഞാൽ ഇനി ഡയറക്റ്റ് ആയിട്ട് കൈനറ്റിക് എനർജി ഹാഫ് mv² എന്ന ഇക്വേഷനെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് ഇൻറ്റു എം 9.1 ഇൻറ്റു 10⁻⁻31 ആണ് ഇൻറ്റു വി സ്ക്വയർ. സ്ക്വയർ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ബ്രാക്കറ്റ് ഇടണം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. ക്ലിയർ ആയോ? പ്രോബ്ലം ചെയ്യേണ്ട രീതി മനസ്സിലായോ? ഈ